ഹായ് റിയ ഐഷ. ഹായ്, നമസ്കാരം. വെൽക്കം ടു ദ ഷോ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൽ വോയിസിൽ പാടേണ്ട സാധനം നമുക്ക് മെയിൽ വോയിസ് ആയി മാറും. അപ്പൊ അതുകൊണ്ട് ഞാൻ പാട്ട് പാടാറില്ല. ഇവിടെയും പാടാനൊട്ടും താല്പര്യമില്ല. ബാത്റൂം സിംഗറായിട്ട് ഞാൻ ഒതുങ്ങിക്കോളാം. ഏഴുമലക്കരികത്തരികത്തൊരു നാടും ആ നാടിനകത്തൊരു ഒരു വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരാളാണ്. സംസാരിക്കുന്നതൊക്കെ ഓൺ പോയിന്റ് ആണ് എല്ലാ കാര്യങ്ങളും. അപ്പൊ ഒരു ആക്ടിവിസ്റ്റ് എന്നുള്ള രീതിയിൽ ഇത്രയും ബോൾഡ് അല്ലടോ എനിക്കതിലേക്ക്. ആൻഡ് ഓൾസോ ജാസിയുടെ കുറെ വീഡിയോ. ജാസിയുടെ സബ്ജക്റ്റ് മാറ്റി നിർത്താം. ജാസി കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു താല്പര്യമില്ല. കാരണം വെച്ചാൽ ജാസി എന്ന് പറയുന്ന വ്യക്തി എന്താണോ എന്നുള്ളത് അവരവരെ പ്രൂവ് ചെയ്യുക. ആ ഏട്ടന്മാരുടെ വീട്ടിൽ വെച്ചിട്ടാണ് ഉമ്മ മരിക്കുന്നത് എങ്കിൽ ഉമ്മാനെ പുറത്തെടുക്കുന്ന സമയത്ത് അവന് വന്ന് കാണാം. ഇപ്പോഴും അതെ 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 തീർച്ചയായിട്ടും അതിനൊന്നും എനിക്കൊരു വിരോധവും ഇല്ല. ഇപ്പൊ ഞാനൊരു സെക്സ് വർക്കർ ആണെന്ന് ഇരിക്കുക. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഞാനൊരു ഉമ്മ ഞാനിങ്ങനെ സെക്സ് വർക്കിന് പോവാട്ടോ എന്ന് ഞാൻ വീട്ടിൽ പറയാൻ ഞാൻ റെഡി ആയിരിക്കണം. അല്ലെങ്കിൽ ഞാൻ ഷെഡ് ഇട്ട് ഉമ്മാൻ്റെ അടുത്ത് ഞാൻ നിൽക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ വാപ്പാൻ്റെ അടുത്ത് ഞാൻ നിൽക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ ഏട്ടന്മാരുടെ അടുത്ത് ഞാൻ ഷെഡ് ഇട്ടും ബ്രാ ഇട്ടും നിൽക്കാൻ റെഡിയാണ് എങ്കിൽ എന്റെ തോട്ടാണ് ഞാനും പറഞ്ഞത്. ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ, ഞാൻ സെക്സ് വർക്ക് ചെയ്യാൻ റെഡിയാണ്. ഞാൻ സെക്സ് വർക്ക് ചെയ്തൊരു വ്യക്തിയാണ് എങ്കിലും ഞാൻ അത് ഒളിവും മറയും കൂടി ചെയ്തതായിരിക്കും. ഹലോ ആൻഡ് വെൽക്കം ടു ഫെയിം സ്റ്റെപ്പ് എന്റർടൈൻമെന്റ്സ്. എൻ്റെ പേര് കരുണ ജോർജ്. ഇന്ന് എൻ്റെ കൂടെയുള്ള ഗസ്റ്റിനെ ഞാൻ പ്രത്യേക ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ആൻഡ് നമുക്ക് മലയാളികൾക്കൊക്കെ ഇപ്പോൾ നോൺ ആയിട്ടുള്ള ഒരു ഫേസ് ആണ്. ഹായ് റിയ ഐഷ. ഹായ്, നമസ്കാരം. വെൽക്കം ടു ദ ഷോ. താങ്ക് യു. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമില്ല. പുതിയ വിശേഷം കൂടൽ മൂവിയാണല്ലേ? അതെ അതെ അതെ. എങ്ങനെ ഉണ്ടായിരുന്നു? ലൈക്ക് മൂവി ഇറങ്ങി കഴിഞ്ഞപ്പം വാട്ട് ഡിഡ് യു ഫീൽ? ആ സ്ക്രീനിൽ റിയനെ കണ്ടപ്പം എന്തായിരുന്നു ആഫ്റ്റർ ദാറ്റ് റിയക്ക് ഫീൽ ചെയ്തത്? അല്ല, നമുക്ക് ഏതൊരു വ്യക്തിക്കും നമ്മുടെ ഒരു സിനിമ ഫുൾ സ്ക്രീനിൽ വരിക എന്ന് പറയുന്നത് വലിയൊരു ഹാപ്പിനെസ് ആണ്. അപ്പം അത് ഉടനീള ക്യാരക്ടർ ആവുക, അതിലൊരു നായിക ആവുക എന്നൊക്കെ പറയുന്നത് നമുക്കൊരു ഭാഗ്യം ചെയ്യേണ്ട. സിനിമ എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു മേഖലയാണ്. നമുക്ക് എല്ലാവർക്കും ആഗ്രഹിക്കാൻ താല്പര്യം ഉണ്ടാവും, എല്ലാവരും സിനിമയിലേക്ക് എത്തിപ്പെടണം എന്ന്. പക്ഷെ അപൂർവം ചിലർ മാത്രമാണ് എന്ത് സിനിമയിൽ എത്തിപ്പെടുന്നതും ആ ഒരു സ്പേസ് അവർക്ക് കിട്ടുന്നതും, ആ ഒരു ഇതിൽ ഇൻഡസ്ട്രിയിൽ ആ ഒരു സ്പേസ് കിട്ടുന്നതും. അത് നമുക്ക് പബ്ലിക്കിലേക്ക് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ അറിയപ്പെട്ട് വരിക എന്നുള്ളത് വലിയൊരു ആഗ്രഹമാണ്. അതിൽ ഭയങ്കര സന്തോഷമുണ്ട് എന്തായാലും. ആൻഡ് എങ്ങനെയായിരുന്നു ഈ മൂവിയിലേക്ക് റിയ വന്നത്? എനിക്കൊന്ന് 3 നായികമാരിലൊരു 4 നായികമാരിലൊരു നായികയായിട്ടായിരുന്നു റിയ. അപ്പം എങ്ങനെയായിരുന്നു ഈ മൂവിയിലേക്കുള്ള ഒരു ഇത് ഫസ്റ്റ് മൂവി അല്ല, ഓൾറെഡി റിയ നേരത്തെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു മെയിൻ ലീഡായിട്ട് ആദ്യത്തെ മൂവിയാണ്. ഇത്രയും വലിയൊരു ലീഡായിട്ട് ചെയ്തിരിക്കും. കാരണം ഹീറോയിൻ എന്ന് പറയുന്നതിൽ ശരിക്ക് അതിൽ ഹീറോയിനെ കവച്ചു വെട്ടുന്ന ഒരു റോളായിരുന്നു ഞാൻ ചെയ്തിരുന്നത്. കാരണം നല്ല ഫൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് സെക്കൻഡ് ഹാഫ് കംപ്ലീറ്റ്ലി ഞാൻ കൈയടക്കി എന്നൊക്കെ പറയാം. ആ രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ്. അപ്പം അത് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ട് കേട്ടോ. വിപിൻ ജോർജും ഒക്കെ ആയിട്ടുള്ള ഇതിന്റെ വലിയ സപ്പോർട്ട്, അങ്ങനെ അതുപോലെ തന്നെ ഡയറക്ടേഴ്സിന്റെ വലിയ സപ്പോർട്ട്, ക്രൂവിന്റെ എല്ലാവരുടെയും നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇതിലേക്ക് വന്നത് എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് നോക്കിയിട്ട് അങ്ങനെയാണ്. ക്യാമറാമാനാണ് സജസ്റ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഷജീർ പപ്പയാണ് അതിലേക്ക് സജസ്റ്റ് ചെയ്തത്. അങ്ങനെയാണ് അവർ എന്നെ ഡയറക്ടറും ഈ ക്യാമറാമാനൊക്കെ വന്ന് എന്നെ കാണുകയും ഇതിലിങ്ങനെയാണ് സംഭവം എന്ന് പറയുകയും ചെയ്യും. അപ്പൊ തന്നെ എനിക്ക് ഭയങ്കര ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു മൈൻഡിലേക്ക്. ആവും നമുക്ക് അങ്ങനെ ഒരു ഫൈറ്റ്. അപ്പം ആ ഫൈറ്റ് ഒന്നും ഒരിക്കലും നമ്മളൊരു ഡ്യൂപ്പിന് വെച്ചിട്ടോ കാര്യങ്ങൾക്കോ ഒന്നല്ല ചെയ്തിരുന്നത്. അത് അത്രയും അധികം ഒരു നാച്ചുറൽ ഫീൽ കിട്ടണം എന്നുള്ളതും വെച്ചിട്ട് നമ്മൾ അതിന് വളരെയധികം സപ്പോർട്ട് ചെയ്ത മാഫിയ ശശി മാസ്റ്ററാണ്. മാസ്റ്ററെ നമ്മൾ കുട്ടിക്കാലത്ത് കാണുന്നത് വലിയ എന്തോ ഒരു ആ ഭീകരതയൊക്കെ കാണുമ്പോൾ, പക്ഷെ ഭയങ്കര സിമ്പിളായിരുന്നു പുള്ളിക്കാരൻ. അപ്പം നല്ല രീതിയിൽ എനിക്ക് ഫൈറ്റൊക്കെ കാര്യങ്ങൾ ചെയ്തു. ആ രീതി ഇപ്പം സജീർ പപ്പ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് സിനിമയിലേക്ക്, ഈ സിനിമയിലേക്ക് കൂടൽ എന്ന് പറഞ്ഞ മൂവിയിലേക്ക് പറഞ്ഞത്. അവരങ്ങനെ വന്ന് ഡയറക്ടേഴ്സും കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ്. കാരണം വെച്ചാൽ വിപിനോളം ആ വിപിന്റെ ഹൈറ്റും കാര്യങ്ങൾക്കും മൊത്തം നമ്മൾ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഒരാളെ കിട്ടണമെങ്കിൽ നമ്മളൊരു ഇതാകുമ്പോൾ നമുക്കത് ഉൾക്കൊള്ളാൻ സാധിക്കില്ലല്ലോ. അപ്പം ആ രീതിയിൽ വിപിനെ കട്ടയ്ക്ക് നിൽക്കാനുള്ള ഒരു ഇത് ഉണ്ടായിരുന്നു എന്നുള്ള ബോഡി ഒക്കെ ആണെന്നുള്ളതുകൊണ്ടാണ് അവരത് സെലക്ട് ചെയ്തത്. ആൻഡ് ഞാൻ കൂടലിന്റെ ഒരു പാട്ട് കേട്ടിട്ടുണ്ടായിരുന്നു, അട്ടപ്പാടി ഒരു പാട്ട്. അത് ഭയങ്കര ഒരു വൈബ് സോങ് ആണ്.
ആണ്. ആൻഡ് ഞാൻ അത് പറയുന്നതിന്റെ കൂട്ടത്തിൽ ഇത് കണക്ട് ചെയ്ത് ചോദിക്കുകയാണ്. റിയയുടെ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു, റിയയുടെ വോയിസ് ഒരു ആണിനെ പോലുള്ള ഒരു വോയിസ് ആണ്, അതുകൊണ്ട് തന്നെ എനിക്ക് പാടാൻ ഇഷ്ടമാണ്, ഞാൻ നേരത്തെ പാടിയിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇപ്പൊ പാടാറില്ല. അപ്പം അത് നമുക്ക് ഒന്ന് മറന്നിട്ട് നല്ല വോയിസ് ഉള്ള ഒരാൾ ഏത് സൗണ്ട് ആണെന്നുണ്ടെങ്കിലും പാടിയാൽ നമ്മുടെ ഓഡിയൻസ് ഡെഫിനറ്റ്ലി അക്സെപ്റ്റ് ചെയ്യും. അപ്പം ഈ ഒരു പാട്ട് അറിയാമെങ്കിൽ ഒരു കുറച്ച് ലൈൻ നമുക്ക് വേണ്ടിയിട്ടൊന്ന് പാടാമോ? അട്ടപ്പാടിയില് അല്ല, ഞാനത് പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് നോർമലി ജെൻസ് വോയിസ് ആണ് എൻ്റെത്. അപ്പൊ സ്വാഭാവികമായിട്ടും അത് തന്നെ പിന്നെ നമ്മൾ എങ്ങനെയെങ്കിലും ചെറുതായിട്ട് സംസാരിച്ച് മാറ്റി കൊണ്ടുവരുമായിരിക്കും. നമ്മൾ വോയിസും കൂടെ ശരീരം മാറ്റി സ്ഥിതിക്ക് വോയിസും കൂടെ മാറ്റിയിടുകയായിരിക്കും. അപ്പൊ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൽ വോയിസിൽ പാടേണ്ട സാധനം അല്ലെങ്കിൽ നമുക്ക് മെയിൽ വോയിസ് ആയി മാറും. അപ്പൊ അതുകൊണ്ട് ഞാൻ പാട്ട് പാടാറില്ല. ഇവിടെയും പാടാനൊട്ടും താല്പര്യമില്ല. അതുകൊണ്ട് ഇനി പാടത്തേ ഇല്ലെന്നാണോ? ബാത്റൂം സിംഗർ ആയിട്ട് ഞാൻ ഒതുങ്ങിക്കോളാം. ഷോ ഒരു 2 ലൈൻ പോലും അറിയാമെങ്കിൽ ഒരു 2 ലൈൻ ഒന്ന് ഞാൻ ചോദിച്ചതിന്റെ ഒരു പേരില്ല. നല്ല പാട്ടൊന്നും ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചതായിട്ടില്ല, പക്ഷെ നല്ല സോങ്സ് ആണ് ആസ്വദിക്കുന്നത്. ഏഴുമലക്കരികത്തരികത്തൊരു നാടും ആ നാടിനകത്തൊരു, എനിക്കറിയില്ലോട്ടോ പാട്ട്. ആണോ, കുഴപ്പമില്ല. പക്ഷെ പാടിയത് നല്ല. പക്ഷെ എനിക്ക് റിയനോട് പറയാനുള്ളത്, ഈ നല്ല വോയിസ് ആണ്. കുറച്ചും കൂടെ ഇത് കണ്ടിന്യൂ ചെയ്ത് പോകുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക് നമ്മളിപ്പോ സോഷ്യൽ മീഡിയയിൽ ഞാൻ റിയന്റെ പേജ് നോക്കിയ ടൈമിൽ എനിക്ക് മനസ്സിലായത് അത്ര ആക്റ്റീവ് അല്ല. ഈ ചാനൽസ് ഒക്കെ കൊളാബ് ഒക്കെ ചെയ്ത് ഇടുന്നത് അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. അപ്പൊ ആ ഒരു സപ്പോർട്ട് അല്ലാതെ റിയ ഒരു വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരാളാണ്, സംസാരിക്കുന്നതൊക്കെ ഓൺ പോയിന്റ് ആണ് എല്ലാ കാര്യങ്ങളും. അപ്പൊ ഒരു ആക്ടിവിസ്റ്റ് എന്നുള്ള രീതിയിൽ ഇത്രയും ബോൾഡ് വേർഡ് ഇഷ്ടമല്ല. കുറെ അടുത്ത് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. റിയ ഒരു ബോൾഡ് ലേഡിയാണ്. ആൻഡ് ഓൾസോ ആ ഒരു വോയിസ് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനെ എന്റെ അഭിപ്രായം ഞാൻ പറയും എന്നുള്ളത്. അപ്പം അങ്ങനെ ഒരാൾക്ക് ആ അഭിപ്രായം സോഷ്യൽ മീഡിയയിൽ നമുക്ക് എത്രയോ പ്രശ്നങ്ങൾ, ഇപ്പം കമ്മ്യൂണിറ്റിയിൽ തന്നെ നിങ്ങളുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ തന്നെ പല പ്രശ്നങ്ങൾ ഇപ്പം നടക്കുന്നുണ്ട്. അപ്പം വേണമെന്നുണ്ടെങ്കിൽ റിയയുടെ അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിൽ ത്രൂ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഇടാൻ പറ്റുമല്ലോ. പക്ഷെ അതൊരു മറ്റൊരാളെ കരിവാരി തേക്കുന്നതിന് തുല്യമാകും എനിക്ക് തോന്നാറുണ്ട്. അപ്പൊ അതിൻ്റെ ഒരു ആവശ്യമില്ലാന്ന് എനിക്ക് സ്വയം തോന്നിയിട്ടാണ്. അവരുടെ അഭിപ്രായങ്ങളും അവരെങ്ങനെയാണ് അവരുടെ ലൈഫ് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ ആ രീതിയിൽ കൊണ്ടുപോട്ടെ എന്ന് ഞാൻ ചിന്തിക്കാറുള്ളൂ. അതിൽ എൻ്റെ ഒരു പ്രത്യേകിച്ചൊരു അഭിപ്രായം പറഞ്ഞുകൊണ്ട് അത് മാറാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ വളരെ അപൂർവമാണ് ഞാൻ കമൻറ്റുകളും ഇതൊക്കെ യൂസ് ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ ലവ് ചിഹ്നം നല്ലതാണെങ്കിൽ ലവ് ചിഹ്നം, അല്ലെങ്കിൽ ലവ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇട്ട് ഞാൻ ഒഴിവാകാറാണ്. ഇങ്ങനത്തെ അഭിപ്രായങ്ങളൊന്നും പറയാറില്ല. അതേപോലെ തന്നെ ഇപ്പൊ കമ്മ്യൂണിറ്റിയുടെ കാര്യം പറഞ്ഞതുകൊണ്ട് ചോദിക്കുവാണ്. ഇപ്പം റീസെന്റ് നമ്മുടെ ജാസിയുടെ ഒരു ഇത് ഭയങ്കരമായിട്ട് വൈറലായിരുന്നു. ജാസി പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്, എനിക്ക് കുറെ മൂവീസിൽ ഓഫേഴ്സ് വന്നിട്ടുണ്ട്, പക്ഷെ എല്ലാം ഒരു 2ാം കിട വേഷങ്ങളാണ് എന്ന് ജാസി ഒരു സ്റ്റേറ്റ്മെന്റ് അതിൽ പറയുന്നുണ്ട്. അപ്പം ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട് റിയയ്ക്ക് വാട്ട് ഡു യു തിങ്ക്? അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റിനോട് അല്ല, മറ്റൊരാൾ ഞാനിപ്പോ പറഞ്ഞത് തന്നെ കറക്റ്റ്. ഒരാളുടെ സ്റ്റേറ്റ്മെന്റിനെയൊന്നും വെട്ടിക്കയറാൻ ഞാൻ ആളല്ല. എങ്കിലും അത് ആ സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം സ്വാഭാവികമായിട്ടും ഒരു ഡയറക്ടറാണ് ഒരു തിരക്കഥ കിട്ടിക്കഴിഞ്ഞാൽ അത് ഡയറക്ടറെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ കഥയെ എങ്ങനെയൊക്കെ ആർക്കൊക്കെ കഥാപാത്രങ്ങൾ കൊടുക്കണമെന്ന് ഒരുപാട് സെലിബ്രിറ്റികൾ ഇതുപോലത്തെ സെക്സ് വർക്കേഴ്സ് ആയിട്ട് അങ്ങനെയുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ ഹീറോയിൻ ഉണ്ടാവും, ഇങ്ങനെ പല ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ടാവും. അതൊക്കെ 2ാം കിടവും 1ാം കിടവും അങ്ങനെ കണ്ടിട്ടല്ല അതിൽ സിനിമേനെ ക്യാരക്ടർ റോളുകൾ നിശ്ചയിക്കുന്നത്. നമുക്ക് താല്പര്യം നമ്മൾ ചെയ്യണ്ട, അത്രേ ഉള്ളൂ. അത് അല്ലാതെ അങ്ങനത്തെ ഒരു ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. അതിനവർ ഓൾറെഡി മാപ്പ് പറഞ്ഞു. അതെ, ഓൾറെഡി മാപ്പ് പറഞ്ഞു. അല്ല, ഞാൻ നമ്മൾ ഈ പറഞ്ഞതിന്റെ സംസാരിക്കുന്ന കാര്യങ്ങൾ എന്തിന്റെ ബേസ് ചെയ്തിട്ടില്ല എവിടെയാണെങ്കിൽ പോലും ആ സംസാരിക്കുന്ന വാക്ക് എന്താ നമ്മൾ ഒന്നും കൂടെ ചിന്തിച്ചിട്ട് വേണം സംസാരിക്കാൻ. ഇല്ലെങ്കിൽ നമുക്ക് തന്നെ അത് പണിയായിട്ട് വരും. ഇപ്പം റിയക്ക് ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ, സോഷ്യൽ മീഡിയ ആണ് ഇപ്പൊ എല്ലാവരുടെയും ദൈവം, സോഷ്യൽ മീഡിയ പറയുന്നതാണ് ആൾക്കാർ വിശ്വസിക്കുന്നത്? കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ലോയിലല്ല വിശ്വസിക്കുന്നത് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു കാര്യം, ഒരാളെ
കരിവാരി തേക്കാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ ആണ്. കാരണം ഞാനും താനും കൂടെ വളരെ ക്ലോസ് ആയിട്ടിരിക്കുക, പിന്നെ ഒരു സ്വാഭാവികമായിട്ടും ആ ക്ലോസ് ആയിട്ട് പിന്നെ നമ്മൾ തെറ്റുന്ന സമയത്ത് ഞാൻ തൻ്റെ എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തുക, അതുപോലെ തിരിച്ച് താൻ വെളിപ്പെടുത്തുക. ഇത് സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ഇത് പരിഹാരം കാണുമോ? ഇല്ല. താൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ട്, അത് നിയമപരമായിട്ട് എന്താണെന്നുള്ളത് നോക്കിയിട്ട് ആ ലോയിൽ വിശ്വസിക്കാൻ പഠിക്കുക ജനങ്ങൾ. ഇപ്പം അങ്ങനെയല്ല, നെഗറ്റീവ് എങ്ങനെയൊക്കെ പബ്ലിസിറ്റി കൊടുക്കാൻ പറ്റുമോ ആ നെഗറ്റീവ് കംപ്ലീറ്റ്ലി അത് സോഷ്യൽ മീഡിയ ആയിരിക്കും. നല്ലൊരു കണ്ടന്റ് എന്തെങ്കിലും ചെയ്തിട്ട് അത് അനക്കം ഉണ്ടാവില്ല, അതൊരു ഷെയർ ചെയ്യാൻ ആൾക്കാരുണ്ടാവില്ല. ഇപ്പൊ സമൂഹം കംപ്ലീറ്റ്ലി എന്താ നെഗറ്റീവിന്റെ പുറകെയാണ്. സോഷ്യൽ മീഡിയയും മാറിയിരിക്കുന്ന അതാണ്. അപ്പൊ നമുക്ക് ഈ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ആക്റ്റീവ് ആകാത്തത് കാരണം അത് തന്നെയാണ്. നമുക്ക് ആക്റ്റീവ് ആവേണ്ടത്, നമ്മൾ ആക്റ്റീവ് ആവേണ്ടത് നമ്മുടെ ജോലി സ്ഥലങ്ങളിലും നമ്മൾ പ്രവർത്തിക്കുന്ന രീതികളിലും അത് ഏത് രീതിയിൽ കൊണ്ടുപോകണം നമ്മൾ വളരെ ബോധമുണ്ട് നമുക്ക് ആ രീതിയിൽ ജീവിക്കുക എന്നുള്ളതാണ്. ഇതിപ്പം കംപ്ലീറ്റ്ലി നെഗറ്റീവിനെ പിടിച്ചു വെക്കുന്ന ഒരു കാലമായി മാറിയിരിക്കുന്നു. അതേപോലെ തന്നെ റിയ, ഇപ്പം നമ്മൾ കമ്മ്യൂണിറ്റീനെ പറ്റി പറഞ്ഞുകൊണ്ട് അടുത്തൊരു ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, റിയയുടെ നേരത്തെ ഉള്ളൊരു സ്റ്റേറ്റ്മെന്റ് റിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് കമ്മ്യൂണിറ്റിയിൽ അങ്ങനെ വലിയ ഒരു സുഹൃത്ത് ബന്ധങ്ങൾ അധികമില്ല, അതേപോലെ തന്നെ ഈ ഒരു മമ്മി കോൺസെപ്റ്റിനോടൊന്നും എനിക്ക് താല്പര്യമില്ല എന്നുള്ളത്. ഇപ്പം ആ 2 വർഷം മുമ്പ് പറഞ്ഞ അതേ സ്റ്റേറ്റ്മെന്റ് തന്നെയാണോ ഇപ്പോഴും റിയയ്ക്ക്, അതോ അതിലെന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? ഇപ്പം കുറച്ചും കൂടെ ആക്റ്റീവ് ആണോ? ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ലൈഫ് ലോങ് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന മമ്മി സ്റ്റേറ്റ്മെന്റ് എന്നല്ല, നമുക്ക് ഒരാളെ രക്ഷപ്പെടുത്താൻ ചിലപ്പോൾ ട്രാൻസിലേക്ക് മുന്നോട്ട് വന്ന് ഒരു കുട്ടിക്ക് ആ ജീവിതത്തിൽ ഇങ്ങനെയാണ് എൻ്റെ ലൈഫ് എന്ന് കാരണം മുന്നോട്ട് വരുന്ന ആൾക്കാരെ ചിലപ്പോൾ നമ്മൾ കൂടെ എടുത്ത് വളർത്തും. ആ കുട്ടിക്ക് ചിലപ്പോൾ നമ്മളെ കാണുന്നത് മമ്മി എന്നൊക്കെ ചിലപ്പം അങ്ങനെ, പക്ഷെ അതൊരു ശൃംഖലയായിട്ട് മമ്മി അവരുടെ മമ്മി അങ്ങനെ എന്താ പറയുക പൂജ കാര്യങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളോട് എനിക്ക് യോജിപ്പില്ല എന്നുള്ളത്. ഞാൻ എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം, അതിനെ വ്യക്തമായിട്ട് ആ രീതിയിൽ ജീവിക്കാൻ മാത്രമാണ് ഞാൻ ഉൾക്കൊള്ളുന്നത്. ഇതിൽ തന്നെ പൊളിറ്റിക്സ് ഉണ്ടെന്ന് റിയയ്ക്ക് തോന്നിയിട്ടുണ്ടോ? ലൈക്ക് അവർക്ക് ആദ്യം തന്നെ ഫേവറേറ്റ്സ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ അവരെ ചേർത്ത് പിടിക്കുക, മറ്റുള്ളവരെ അവോയ്ഡ് ചെയ്യുക. ആൻഡ് ഓൾസോ ജാസിയുടെ കുറെ വീഡിയോസിൽ ഈ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ തന്നെ ഈ സപ്പോർട്ട് ചെയ്യണം. നമ്മൾ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ നമ്മളെ ചേർത്ത് നിർത്തേണ്ട ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് തുടങ്ങുവാണെങ്കിൽ നമ്മൾ അതിൽ എന്തൊക്കെ പ്രശ്നം വന്നാലും നമ്മളെ ചേർത്ത് നിർത്താം. നമുക്ക് ജാസിയുടെ സബ്ജക്റ്റ് മാറ്റി നിർത്താം. ജാസി കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു താല്പര്യമില്ല. കാരണം വെച്ചാൽ ജാസി എന്ന് പറയുന്ന വ്യക്തി എന്താണോ എന്നുള്ളത് അവരവരെ പ്രൂവ് ചെയ്യുക. അതിന് നമുക്ക് എന്തായാലും റീച്ച് ഇട്ട് ഈ ഒരു ഇന്റർവ്യൂ റീച്ച് ഇട്ടാണ് 10 ആളെ കാണുന്നെങ്കിൽ 10 ആൾ കണ്ടാൽ മതി. അവരുടെ പേര് പറഞ്ഞിട്ട് നമുക്ക് സ്വാഭാവികമായിട്ടും അതിനോട് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. എനിക്ക് ആ ഒരു സബ്ജക്റ്റിലേക്കൊന്നും പോവാൻ എനിക്കൊട്ടും താല്പര്യമില്ല. അല്ല, ഇതിപ്പം ജാസിയുടെ പ്രശ്നമല്ല, ഞാൻ നോർമലി റിയയുടെ കമ്മ്യൂണിറ്റിയിലുള്ള ഒരു ഇൻവോൾവ്മെന്റ് എങ്ങനെയാണ് എന്നറിയാനായിട്ട് ചോദിച്ചാണ്. റിയ ആ ഒരു ഇത് തന്നെയാണോ അതോ ഇപ്പം ഫ്രണ്ട്സ് ഉണ്ടോ? ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്. ഞാൻ 6 ജെൻഡേഴ്സിന്റെ ആണെങ്കിലും ട്രാൻസ്പേഴ്സൺസിന്റെ ആണെങ്കിലും എല്ലാവരും നോർമൽ ഒരു ഫ്രണ്ട്സ് സർക്കിളിൽ വെക്കുന്ന കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. അത് അങ്ങനത്തെ ഇന്ന ആള് ഇതൊന്നുമില്ല. അതാരാണ് നല്ല നമ്മളോട് ഇങ്ങോട്ട് തരുന്ന റെസ്പെക്ട് തിരിച്ചു കൊടുക്കും. ഇപ്പം റിയക്ക് എന്തെങ്കിലും ഒരു പേഴ്സണലി ഒരു വിഷമം വരുന്ന ഒരു സംഭവം ഉണ്ടെങ്കിൽ ആദ്യം മേ ബി അത് റിയ ആരോടായിരിക്കും ഷെയർ ചെയ്യുന്നത്? ഞാൻ ആരോട് ഷെയർ ഇല്ല, തന്നെ മനസ്സിൽ വെക്കും. പക്ഷെ അത് തെറ്റാണ്. അത് ലൈക്ക് അങ്ങനെ നമ്മൾ മനസ്സിൽ വെക്കാതെ ആരോടെങ്കിലും ഷെയർ ചെയ്യുമ്പോഴാണ് മനസ്സിനൊരു ആശ്വാസം എന്ന് തോന്നാറില്ലേ? എൻ്റെ നല്ല സുഹൃത്തുക്കളുണ്ട്, ഓൾറെഡി കുറച്ച് നല്ല സുഹൃത്തുക്കൾ, അവരോട് ഞാൻ ഷെയർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ രീതിയിലല്ല. എന്താ എൻ്റെ മുഖത്ത് എൻ്റെ ഉള്ളിലുള്ള സാധനം പെട്ടെന്ന് മുഖത്ത് കാണിക്കും. ഇപ്പൊ ദേഷ്യമാണെങ്കിലും എന്താണെങ്കിലും എന്താ പറയുക സങ്കടമാണെങ്കിലും അത് പെട്ടെന്ന് മുഖത്ത് കാണിക്കും. അത് ഉണ്ട്. അപ്പൊ അവർക്ക് മനസ്സിലാവും എന്തോ പറ്റിയിട്ടുണ്ട്. അപ്പൊ അത് ചോദിക്കുമ്പോൾ എന്താ റീസൺ എന്നുള്ളത് ചിലപ്പം പറയും. അതല്ല അതെ അങ്ങനെ ഇത് പറയണം എൻ്റെ റീസൺസ് ഇതാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ആരോട് ഷെയർ ചെയ്യാറില്ല. മനസ്സിലായി. പിന്നെ റിയയ്ക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇപ്പോഴും ഒരു മാറ്റം കൊണ്ടുവരണം? ഇപ്പം റിയ ഒരു സ്കൂളിന്റെ പ്രിൻസിപ്പളായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പം ആ ഒരു കരിക്കുലം ചേഞ്ച് ചെയ്യണം. ഇപ്പൊ നമുക്ക് തന്നെ സ്കൂളിൽ ഇപ്പോഴും ചില കുട്ടികൾക്ക് എന്താണ് ഒരു ഇപ്പം
എല്ലാവർക്കും ഫീമെയിൽ മെയിൽ എന്നുള്ളതാണ് സ്കൂളിൽ നിന്ന് പണ്ട് തൊട്ടേ പഠിപ്പിച്ചു തുടങ്ങുന്നത്. അപ്പൊ ആ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തണം എന്ന് റിയയ്ക്ക് എപ്പോഴേലും തോന്നിയിട്ടുണ്ടോ? നമ്മൾ 10-20 വർഷം മുമ്പ് പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ ആ ബുക്കിൽ കരിക്കുലത്തിൽ എഴുതിയിരിക്കുന്ന സെയിം സാധനങ്ങളാണ് ഇപ്പോഴും നമ്മൾ പഠിക്കുന്നത്. ഇപ്പൊ എക്കണോമിക്സ് ഞാൻ പഠിച്ചിറങ്ങിയ സമയത്ത് ഞാൻ പഠിച്ചൊരു സാധനം എന്നല്ല നമ്മളെ ലൈഫിലേക്ക് വരുന്നത്. അപ്പം എന്താണ് സാഹചര്യത്തിനനുസരിച്ച് മാറണം എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഇപ്പോഴുള്ള കാര്യങ്ങൾ എന്താണ്. ഇപ്പം ഒരുപാട് എഡ്യൂക്കേഷൻ കുട്ടികൾക്കുണ്ട്, ഒരുപാട്. കാരണം കുട്ടികൾക്കൊന്നും നോളജ് എന്ന് പറയുന്ന സാധനം ഇല്ല. അവർക്ക് ഇപ്പോഴും എന്താണ് ഈ പീരീഡ്സിനെ കുറിച്ച് തന്നെ വ്യക്തമായിട്ടുള്ള. കാരണം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, റോമ എന്ന് പറയുന്ന, അവരുടെ മകള്, ആ കുട്ടി വളരെ നല്ലൊരു അടിപൊളി പഠിക്കാനും മിടിക്കാണ്, എല്ലാ രീതിയിലും അവൾ മിടിക്കാൻ. പക്ഷെ അവൾക്ക് പബ്ലിക് അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും ഒന്നിനെക്കുറിച്ചും വലിയ നോളജിൽ. അത് എന്നെ ഭയങ്കരമായിട്ട് അത്രയധികം അറിയുന്നു, എന്നെ അത്രയധികം ഞാൻ അവളെ എന്നെയും ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്യും, ഭയങ്കരമായിട്ട് സ്നേഹിക്കുകയും ചെയ്യുന്ന രണ്ട് വ്യക്തികളാണ്. പക്ഷെ അവളുടെ ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ഇത്രയും വലിയൊരു കുട്ടിയായിട്ട് ഇങ്ങനെയൊക്കെ ആണല്ലോ, പക്ഷെ ഇതറിയില്ല. അപ്പം നമ്മുടെ ആ ഒരു സമൂഹത്തിന്റെ ആ ഒരു മാറ്റത്തിനനുസരിച്ച് നമ്മുടെ കരിക്കുലം മാറേണ്ടിയിരിക്കുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സ്കൂളിൽ പൊതുവെ സ്കിപ്പ് ചെയ്യുന്ന കുറച്ച് ടോപ്പിക്സ് ആണ്. ഇപ്പൊ നമുക്കിത് പഠിക്കാനുണ്ടെങ്കിലും അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് ടീച്ചേഴ്സ് സംസാരിക്കുകയോ അതിനെപ്പറ്റി ഒരു എഡ്യൂക്കേഷൻ കൊടുക്കുകയോ ചെയ്യാറില്ല പലപ്പോഴും. എനിക്ക് തോന്നുന്നു ഇപ്പോഴും സെയിം ഒരു സിറ്റുവേഷൻ ആണ്. നമുക്കൊരു കാര്യം തന്നെ രണ്ട് രീതിയിൽ നമുക്ക് സംസാരിക്കാം. ഇപ്പം ഒരു നമ്മളൊക്കെ പറയും പോലെ മോശപ്പെട്ട രീതിയിലും അല്ലെങ്കിൽ നല്ല രീതിയിൽ, അത് ഏത് രീതിയിൽ കൊച്ചിനെ അല്ലെങ്കിൽ നമ്മുടെ തലമുറയെ നമ്മൾ പഠിപ്പിച്ചെടുക്കണം. അത് ഓരോ കാര്യങ്ങളും ഇപ്പൊ ജെൻഡർ ആണെങ്കിലും സെക്സ് ആണെങ്കിലും ഇതിനെക്കുറിച്ചൊരു നോളജ് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നമുക്ക് പറഞ്ഞു കൊടുക്കട്ടെ. ആ രീതിയിൽ പറഞ്ഞാൽ കുട്ടികളെ മനസ്സിലാക്കി കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളൊക്കെ ഇതൊക്കെ ഉള്ളൂ. അതെ. ആൻഡ് ഞാൻ റിയന്റെ ചൈൽഡ്ഹുഡിലേക്കൊന്നും കൊണ്ടുപോകുന്നില്ല, ബിക്കോസ് റിയന്റെ സാഹചര്യങ്ങളെ പറ്റിയും ഒരുപാട് എല്ലാവരും സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റി ഒന്നും ഡിസ്കസ് ചെയ്യണ്ട. പക്ഷെ എനിക്ക് റിയനോട് ചോദിക്കാനുള്ളത്, റിയ കുറെ ട്രോമാസിലൂടെ ഡെഫിനറ്റ്ലി പോയിട്ടുള്ള ഒരാളാണ്. ചൈൽഡ്ഹുഡിൽ ആ ഒരു ആണിന്റെ ശരീരത്തിൽ നിന്നുകൊണ്ട് ആ ഒരു ഞാൻ പെണ്ണാണ് അല്ലെങ്കിൽ എനിക്ക് ആ പെണ്ണിന്റെ രൂപത്തിലാണ് മാറേണ്ടത് എന്നുള്ളത് റിയയ്ക്ക് എപ്പോഴും അതൊരു മനസ്സിൽ അലട്ടിക്കൊണ്ടിരുന്ന ഒരു സംഭവമാണ്. അപ്പം മാറിക്കഴിഞ്ഞു. ഇപ്പം റിയ ഒരു സ്ത്രീയാണ്. അത് അങ്ങനെ അത് നമുക്ക് അതിലേക്ക് പിന്നെ വരാം. റിയ ഒരു സ്ത്രീയാണ്. എനിക്ക് കാണുന്ന എനിക്ക് റിയ ഒരു സ്ത്രീയാണ്. പക്ഷെ എപ്പോഴെങ്കിലും റിയ ചിന്തിച്ചിട്ടുണ്ടോ, ഞാൻ അത് ചെയ്യാതെ ഇരുന്നായിരുന്നെങ്കിൽ എൻ്റെ സൊസൈറ്റിക്കും അല്ലെങ്കിൽ എൻ്റെ ഫാമിലിക്കും അവർക്ക് സംതൃപ്തിപ്പെടുന്ന രീതിയിൽ ഇപ്പോഴും ഞാൻ ആ ഒരു ആണിന്റെ ശരീരമായി ഇരുന്നിരുന്നെങ്കിൽ എന്ന് എപ്പോഴേലും റിയ ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ആയിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും എന്റെ കറന്റ് സിറ്റുവേഷൻ? ഈ ക്വസ്റ്റ്യൻ സെയിം ക്വസ്റ്റ്യൻ എൻ്റെ ഇത്ത കഴിഞ്ഞ ദിവസം വിളിച്ചപ്പം പറഞ്ഞു. ഇത്ത പറഞ്ഞ എന്താ വെച്ചാൽ എൻ്റെ ഉമ്മ സുഖമില്ലാതെ കിടക്കുകയാണ്. അപ്പം ഒരു ഇത്താടെ വീട്ടിലാണ് ഉമ്മ കിടക്കുന്നത്. അപ്പൊ ഞാൻ പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള ഏട്ടന്മാരൊന്നും അവിടേക്ക് ചെല്ലില്ല. എത്ര പേരുണ്ട്? 9 മക്കളുണ്ട്. 6 ആണും 3 ഇപ്പത്തെ 3 പെണ്ണുമായി, മറ്റു 2 പെൺകുട്ടികൾ 7 ആണുമായിരുന്നു. അപ്പം ഈ ഒരു ഇത്താടെ വീട്ടില് ഉമ്മ നിൽക്കുന്ന സമയത്ത് ഞാൻ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവരൊന്നും ചെല്ലില്ല എന്ന് പറഞ്ഞു. ആ ഏട്ടന്മാര് പറഞ്ഞൊരു ഡയലോഗ് ഒരു ഇതുണ്ട്, എൻ്റെ വീട്ടില് ആ ഏട്ടന്മാരുടെ വീട്ടിൽ വെച്ചിട്ടാണ് ഉമ്മ മരിക്കുന്നത് എങ്കിൽ ഉമ്മാനെ പുറത്തെടുക്കുന്ന സമയത്ത് അവന് വന്ന് കാണാം. അതെ, തീർച്ചയായിട്ടും അതിനൊന്നും എനിക്കൊരു വിരോധവും ഇല്ല. കാരണം അവർക്ക് അവന് വന്ന് കാണാം എന്നുള്ളതാണ് അവർ പറഞ്ഞ ഡയലോഗ്. ഇതുപോലും ഇത്ത പറഞ്ഞത്. അപ്പൊ ഇത്ത ചോദിച്ചു, ഇത്താനോട് ഞാൻ അങ്ങോട്ട് ചോദിച്ചു, ഇത്ത ഞാൻ ഇപ്പൊ ഇങ്ങനെ തന്നെയാണ് ജീവിച്ചിരിക്കുന്നത് എങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയാണ് എങ്കിൽ, പബ്ലിക്കിലേക്ക് ഞാൻ എഡ്യൂക്കേഷൻ കഴിഞ്ഞ് ഞാൻ ജോലി ചെയ്യാണ്. ഇപ്പൊ നിങ്ങളുടെ എൻ്റെ ഇക്കാന്റെ മക്കൾക്ക് എന്നെക്കാട്ടും വയസ്സുണ്ട്. എന്നെക്കാട്ടും വയസ്സുള്ള മക്കള്, അവരൊക്കെ ഞാൻ അതേമാതിരി തന്നെ എന്നിൽ കുറഞ്ഞ ആൾക്കാരും ഉണ്ട്. 10-40 കുട്ടികളോട് ഞങ്ങളുടെ വീട്ടിലേക്കുണ്ട്. അപ്പൊ ഇവരൊക്കെ ഓൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ അവിടെ കല്യാണം കഴിക്കാണ്ട് എന്താ എളാപ്പ കല്യാണം കഴിക്കാതെ, ഞങ്ങളുടെ വാപ്പ റാവുത്തന്മാരാ, അപ്പൊ കൊച്ചത്താന്നാ വിളിക്കാം. അപ്പൊ കൊച്ചത്തെ എന്താ കല്യാണം അല്ലെ ഇവരെന്താ കല്യാണം കഴിക്കാത്ത, അല്ലെങ്കിൽ സമൂഹം ഇതേ രീതിയിലായിരിക്കും ചോദിക്കുക. പിന്നെ അതുമല്ല, നമ്മൾ ഇവരുടെ കല്യാണങ്ങളും നമ്മൾ അവിടെ അങ്ങനത്തെ ഒരു, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ നാട്ടുകാർ അവളെ യൂസ് ചെയ്യും. അവൾക്ക് മനസ്സിലാവും ഞാൻ എന്താണെന്നുള്ളത്. നാട്ടുകാരല്ലെങ്കിൽ യൂസ് ചെയ്യും, അല്ലെങ്കിൽ കുടുംബങ്ങൾ യൂസ് ചെയ്യും. നമ്മൾ അപ്പോഴും എന്ത് ചെയ്യും, ഒരു വിഡ്ഢിയായിട്ട് ഇപ്പൊ എന്താണ് ഞാൻ ചെയ്ത തെറ്റെന്താ, അല്ലെങ്കിൽ ഞങ്ങളുടെ കമ്മ്യൂണിറ്റി ചെയ്യുന്ന തെറ്റെന്താണ്, നമ്മളൊരു പെൺകുട്ടിയുടെ ലൈഫ് തകർക്കാതെ നമ്മളായിട്ട് ജീവിക്കുന്നതാണോ നമ്മൾ ചെയ്യുന്ന തെറ്റ്?
അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്യുന്നത് എന്താണ്, ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെ ജീവിതം കെയർ ചെയ്യല്ലേ ചെയ്യുന്നത്, അവരെ സംരക്ഷിക്കുകയല്ലേ ചെയ്യുന്നത്. ഇതിപ്പോ പല ആൾക്കാരുടെയും ലൈഫ് നമ്മൾ നശിപ്പിക്കാതെ നമ്മളായിട്ട് ജീവിക്കുന്നു. ഇപ്പൊ ഏട്ടന്റെ മക്കൾക്കാണെങ്കിലും അവരുടെ കല്യാണം ഇപ്പൊ ഇങ്ങനെ ആയാലും അവർക്ക് മോശമാണ്. പല ആൾക്കാർ ഏട്ടന്റെ കല്യാണ സമയങ്ങളിലൊക്കെ, ഏട്ടന്റെ മക്കളുടെ കല്യാണ സമയത്തൊക്കെ ഉമ്മ വിളിച്ച് ചോദിക്കാണ്ട് മോമ്മ മാത്രമേ ഇല്ലാത്തേ ഉള്ളൂ, ബാക്കി എല്ലാവരും വന്നു. ഇങ്ങനെയുള്ള ഡയലോഗുകൾ നമുക്ക് കേൾക്കുമ്പോൾ ഒക്കെ വിഷമം. പക്ഷെ അവരും എന്താണ്, അപ്പൊ ഞാൻ ആ കുടുംബത്തിലെ അല്ല എന്നുള്ള രീതിയിൽ അവരാരെയും അറിയിക്കാത്ത രീതിയിലാണ് അവർ ജീവിക്കുന്നത്. എങ്കിൽ പോലും ഞാൻ അവിടെ അങ്ങനെ നിന്നിരുന്നെങ്കിൽ അവർക്ക് എന്ത് ബെനിഫിറ്റ് ഉണ്ടാവും? അപ്പോഴും അവര് തന്നെ ഈ ചോദ്യങ്ങൾ നേരിടേണ്ടി വരും. പിന്നെ ഞാൻ കെട്ടേണ്ടി വരും. അപ്പൊ ഇന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബോഡിക്ക് അനുസരിച്ച്, എൻ്റെ എന്താ പറയാ മനസ്സിനനുസരിച്ച്, അല്ലെങ്കിൽ എൻ്റെ ബോഡി ഇതെല്ലാം മാറ്റി ഞാൻ ഹാപ്പിയാണ്, ഞാൻ എൻ്റെതായിട്ടുള്ള ഒരു സിഗ്നേച്ചർ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം എനിക്ക് ഈ ജന്മം കൊണ്ട്, ഒരു ജന്മേ ഉള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി അടുത്ത ജന്മം ഉണ്ടെങ്കിൽ അപ്പം നമുക്ക് അപ്പം നോക്കാം. ഇപ്പൊ ഉള്ളത് എനിക്ക് ഈ ഒരു ജന്മം, ഈ ജന്മത്തിൽ എനിക്ക് എൻ്റെതായിട്ടുള്ള രീതിയിൽ ജീവിക്കാൻ സാധിക്കുന്നുണ്ട്, ഞാൻ അതിൽ ഹാപ്പിയാണ്. അപ്പൊ ഇതെനിക്ക് പറയാനുള്ള സമൂഹത്തിനോട്, നമ്മളൊരു പെൺകുട്ടിയുടെ ലൈഫ് തകർക്കാൻ റെഡിയല്ല. സമൂഹം ഏത് രീതിയിൽ കണ്ടാലും അംഗീകരിച്ചാലും ഇല്ലെങ്കിലും. ഇപ്പം വളർന്നു വരുന്ന ഇനിയും അടുത്ത ജനറേഷൻ വളർന്നു വരുവാണ്. അപ്പം നമുക്കറിയത്തില്ല, അതിൽ തന്നെ ഇനിയും ആ ഒരു ആണിന്റെ ശരീരത്തിൽ അല്ലെങ്കിൽ ഒരു പെണ്ണിന്റെ ശരീരത്തിൽ നിന്നിട്ട് ആണാകണം എന്ന് ആഗ്രഹിക്കുന്ന ഇങ്ങനത്തെ കുട്ടികൾ എന്താണെങ്കിലും കാണും. പക്ഷെ അവർക്ക് എങ്ങനെ കം ഔട്ട് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ ഇത് സമൂഹത്തിനോട് പറയാം, അല്ലെങ്കിൽ വീട്ടിൽ പോലും പ്രസന്റ് ചെയ്യണം എന്ന് ബുദ്ധിമുട്ടുള്ള കുട്ടികൾ കാണും. അപ്പൊ അങ്ങനെയുള്ള ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ റിയയ്ക്ക് അവരോടുള്ള ഒരു മെസ്സേജ് എന്താ? അല്ല, ഇപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കേണ്ടത് വെച്ചാൽ, ഈ ഒരു കുടുംബം നമ്മളെ ഈ ഒരു ട്രാൻസ് പേഴ്സൺ ആയിട്ടാണ് എന്ന് അവരെ കാണുമ്പോൾ, അല്ലെ അവരുടെ ജെൻഡർ അവർക്ക് മനസ്സിലായി തോന്നിക്കഴിഞ്ഞാൽ, ആ കുടുംബം അംഗീകരിച്ചു കഴിഞ്ഞാൽ സമൂഹം സ്വാഭാവികമായിട്ട് അംഗീകരിക്കും. അതെ, അവിടെ തീരാവുന്ന വിഷയമുള്ളൂ ഇത്. അല്ലാതെ ഇത് ശരിക്കും സമൂഹത്തിലേക്ക് ആ കുട്ടീനെ ഇട്ട് കൊടുക്കേണ്ട ഒരു ആവശ്യം കുടുംബത്തിനില്ല. അതെ, കുടുംബം അവരുടെ ഇമേജും അവരുടെ കാര്യങ്ങളും ചിന്തിച്ച് അവരുടേതായിട്ടുള്ള രീതികളുടെ അവരുടെ സ്റ്റാറ്റസും കാര്യങ്ങളും കുട്ടികളുടെ ലൈഫ് ഇതൊക്കെ മറ്റു കുട്ടികളുടെ ലൈഫുകളൊക്കെ ചിന്തിച്ച് അവർ ഈ കുട്ടിയുടെ സമൂഹത്തിലേക്ക് പിച്ച് ചീന്താൻ വേണ്ടി ഇട്ട് കൊടുക്കുകയാണ്. ആ പിച്ച് ചീന്തയിൽ ഇട്ട് കൊടുത്തില്ല എങ്കിൽ ചേർത്ത് പിടിച്ചാൽ തീരാവുന്ന വിഷയങ്ങളെ ഇതുള്ളൂ. അല്ലേ? ഇപ്പൊ ഗവൺമെന്റ് ആണെങ്കിലും, ഗവൺമെന്റ് ഒരു കുട്ടീനെ റേഷൻ കൊടുത്തിട്ടും ആ കുട്ടിക്ക് ഏതൊരു ഏരിയയിലാണോ ആ ഏരിയയിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ജോബ് കൊടുത്തിട്ടും അവർക്ക് പബ്ലിക്കിൽ വെച്ചിട്ട് ഒരു വീട് വെച്ച് കൊടുക്കുകയും ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്കിപ്പോൾ ഞാൻ തൻ്റെ കൂടെ വർക്ക് ചെയ്യുകയാണ്, ഞാൻ സ്വാഭാവികമായിട്ട് ഒരു സെക്സ് വർക്കിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കില്ല. കാരണം നാളെ എന്നെ രാത്രി നിൽക്കുന്ന സമയത്ത് താൻ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ നിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഗവൺമെൻറ്റും അതുപോലെ തന്നെ നമ്മുടെ കുടുംബവും സമൂഹവും ചെയ്തു കഴിഞ്ഞാൽ കുറേയൊക്കെ മാറാൻ പറ്റും. അങ്ങനത്തൊന്നും ഇവിടെ സംഭവിക്കുന്നില്ല. പല ടൈപ്പ് ഓഫ് ട്രാൻസ്പേഴ്സൺസ്, പല ടൈപ്പ് ഓഫ്, കാരണം നമ്മുടെ കൈവിരലുകളും 5 5 അതുപോലത്തെ ഇതിലുണ്ടായിരിക്കുന്ന രേഖകൾ വ്യത്യസ്തമാണ് ഒരാൾക്കുള്ളത്. അപ്പൊ ഈ മൈൻഡ് മാത്രം എല്ലാവരും ഒരുപോലെ തന്നെ വേണം എന്ന് പറയുന്നതിൽ എന്തർത്ഥമുള്ളത്? നമ്മുടെ സെക്സിൻ്റെ ചിന്താഗതികൾ, സെക്സിൻ്റെ രീതികൾ, അതുപോലെ തന്നെ നമ്മുടെ ആകൃതി, ശരീരത്തിൻ്റെ ആകൃതികളും പ്രകൃതി എല്ലാം ഇതിനൊക്കെ വ്യത്യസ്തമാണ്. ഇതൊന്നും നമ്മൾ സമൂഹം നമ്മുടെ ഇത് വളരുന്നതിനനുസരിച്ച്, ശാസ്ത്രം വളരുന്നതിനനുസരിച്ച് നമ്മളുടെ ചിന്ത ഇതൊക്കെ മാറിയിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ നമ്മുടെ പൂർവികരായിട്ടും ഇവരൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിൻ്റെ അപ്പുറത്തേക്കൊന്നും നമുക്ക് ഓൾറെഡി നമ്മളുടെ മൈൻഡ് ഇതുവരെ വളർന്നിട്ടില്ല എന്നുള്ളതാണ്, അല്ലേ? പിന്നെ സോഷ്യൽ മീഡിയയിലേക്ക് കിടന്ന് കളിക്കുന്നതെല്ലാം, ഈ പറയുന്നതെല്ലാം അവർക്ക് എങ്ങനെയുണ്ട് അറ്റൻഷൻ കിട്ടണം. ഫെയിമിന് വേണ്ടിയിട്ട് ജെൻഡറിനെ എടുത്ത് കളിക്കുന്നു, സെക്സിനെ എടുത്ത് കളിക്കുന്നു. ഇതെല്ലാം അവരുടെ ഫെയിമിന് വേണ്ടിയിട്ട് അവർ കാട്ടിക്കൂട്ടുന്ന കോലാഹലങ്ങൾ. അല്ലെങ്കിൽ ഒരു വ്യക്തിത്വം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. തന്നെ ഞാൻ റെസ്പെക്ട് ചെയ്യണേ, എനിക്ക് എന്നിലൊരു റെസ്പെക്ട് ചെയ്യണമെങ്കിൽ എന്നിലൊരു വ്യക്തിത്വമുണ്ട്. ആ വ്യക്തിത്വം എന്താണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണിക്കണം. ഇപ്പം ഞാനൊരു സെക്സ് വർക്കർ ആണെന്ന് വിചാരിക്കുക, ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഞാനൊരു ഉമ്മ ഞാനിങ്ങനെ സെക്സ് വർക്കിന് പോവാട്ടോ എന്ന് ഞാൻ വീട്ടിൽ പറയാൻ ഞാൻ റെഡി ആയിരിക്കണം. മനസ്സിലായി വേണ്ടേ? അല്ലെങ്കിൽ ഞാൻ ഷെഡ് ഇട്ട് ഉമ്മാൻ്റെ അടുത്ത് ഞാൻ നിൽക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ വാപ്പാൻ്റെ അടുത്ത് ഞാൻ നിൽക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ ഏട്ടന്മാരുടെ അടുത്ത് ഞാൻ ഷെഡ് ഇട്ടും ബ്രാ ഇട്ടും നിൽക്കാൻ റെഡിയാണ് എങ്കിൽ, അവരുടെ മുമ്പിൽ അവരുടെ ഫാമിലീസ് വരുന്ന സമയത്ത് അവരുടെ മുമ്പിൽ നിന്നിട്ട് നിൽക്കാൻ റെഡിയാണ് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പബ്ലിക്കിലും നിന്ന് കാണിച്ചു കൊടുക്കാം. ഇത് ആ ക്യാമറയുടെ മുമ്പിൽ സോഷ്യൽ മീഡിയയിൽ ഫെയിം ആകാൻ വേണ്ടി മാത്രം ഇത് ചെയ്യുന്ന സമയത്ത്
നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മുടെ കുട്ടികൾ മറ്റുള്ള സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് ഇത് യൂസ്, അത് നമുക്ക് ട്രോൾ ഇത് മാറ്റാം എന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ മൈൻഡാണ്, നമ്മൾ നെഗറ്റീവിനെ മാത്രം ക്യാച്ച് ചെയ്യുന്ന ഒരു മൈൻഡാണ് നമ്മുടെ ഓരോ കുട്ടികളിലേക്ക്. അതാണ് നമ്മൾ വളർത്തി കൊടുക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തിയുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് അത് ആ വ്യക്തി ഉണ്ടാക്കിയെടുക്കേണ്ട സാധനം. റിയ, നമ്മളിപ്പോ അത് പറയുന്ന ഓക്കെ ശരിയാണ് അവർക്ക്, പക്ഷെ അവരുടെ രീതിയിൽ ചിന്തിക്കുന്ന ടൈമിൽ അവർക്ക് അവരുടേതായ ആഗ്രഹങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇതാണ് എനിക്കിത് പബ്ലിക്കിന്റെ മുന്നിൽ ഇങ്ങനെ ചെയ്യാൻ ഓക്കെ ആണ് എന്നാണ് അവരുടെ തോട്ട്. എന്റെ തോട്ടാണ് ഞാനും പറഞ്ഞത്. ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ, ഞാൻ സെക്സ് വർക്ക് ചെയ്യാൻ റെഡിയാണ്, ഞാൻ സെക്സ് വർക്ക് ചെയ്തൊരു വ്യക്തിയാണ്, എങ്കിലും ഞാൻ അത് ഒളിവും മറയും കൂടി ചെയ്തതായിരിക്കും. പക്ഷെ നമ്മളത് സെക്സ് വർക്കർ ആണെന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് പറഞ്ഞ് അതൊരു ജോലിയായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യണം, അത് വീട്ടിൽ നമ്മൾ വീട്ടുകാരോടും പറയാൻ റെഡി ആയിരിക്കണം. അല്ലാണ്ട് സമൂഹത്തിനോട് മാത്രമല്ല, അതുപോലെ തന്നെ വീട്ടിൽ നമ്മൾ എന്ത് ചെയ്തിടണം, ആ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ റെഡി ആയിരിക്കണം. സമൂഹം മാത്രം നിങ്ങൾ ഇത് അംഗീകരിക്കൂ. ഇപ്പം ഞാൻ ട്രാൻസ്ജെൻഡർ ആണ്, എൻ്റെ വീട്ടിലും ഞാൻ പറഞ്ഞു, നാട്ടിലും ഞാൻ പറഞ്ഞു, എവിടെയും ഞാൻ പറഞ്ഞു, അതെൻ്റെ വ്യക്തിത്വം. പക്ഷെ ഇതല്ല, നമ്മുടെ ആൾക്കാരൊക്കെ അവിടെ സേഫ് ആക്കിയിട്ടിരിക്കട്ടെ, ബാക്കിയുള്ളവരൊക്കെ എങ്ങനെയായിക്കോട്ടെ എന്നുള്ള കാഴ്ചപ്പാടാണ്. ഇതിനാരും പഞ്ഞിക്കിടാൻ വരണം. ഇത് എൻ്റെ മാത്രം കാഴ്ചപ്പാടും എൻ്റെ ഇന്റർവ്യൂ ആണ്. അപ്പൊ ഞാൻ നിങ്ങളോട് എൻ്റെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് രേഖപ്പെടുത്തും. ഓക്കെ, റിയയ്ക്ക് ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ എന്താണെങ്കിലും റിയയുടെ ഇപ്പൊ ഒരു നോൺ ഫേസ് ആയി, മലയാളികൾക്ക് എന്താണെങ്കിലും കുറെ പേർക്കെങ്കിലും റിയനെ അറിയാം. അപ്പം സോഷ്യൽ മീഡിയാസിലൊക്കെ റിയയ്ക്ക് പേഴ്സണലി മെസ്സേജസ് ഒക്കെ വരാറുണ്ടോ, അവരുടെ ഒരു അഭിപ്രായം അറിയിച്ചോണ്ടോ? സ്വാഭാവികമായിട്ടും എൻ്റെ കുറെ ബൈറ്റുകൾ എടുത്തിട്ട് നന്നായിട്ടുണ്ട്, നല്ല ലുക്ക് ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങളുടെ ആ സംസാരം നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഒരു ട്രാൻസിനെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇങ്ങനെയുള്ള പേഴ്സണാലിറ്റി നല്ലതാണ് എന്നുള്ള രീതിയിലുള്ള കുറെ കമന്റ്സ് ഞാൻ പല മീഡിയ ചാനലിന്റെ താഴെ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു റിയനെ പറ്റി. അതാ ഞാൻ ചോദിച്ചത്. ഇപ്പം ആ ഒരു ഫെയിം കിട്ടി, അപ്പം ഡെഫിനറ്റ്ലി ഫാൻസ് ഉണ്ട്, അപ്പം അത് ത്രൂ ആൾക്കാരുടെ ഒരു റെസ്പോൺസ് റിയ ഫേസ് ചെയ്തത് എങ്ങനെയായിരുന്നു? അല്ല, ഞാനത് ഉൾക്കൊള്ളുന്നു. പിന്നെ ഞാൻ എന്താ വെച്ചാൽ ഇങ്ങനത്തെ കമന്റ്സുകളോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയൻ്റെ ഞാൻ ചെയ്ത ഇന്റർവ്യൂ, ഇപ്പോൾ നാളെ നമ്മൾ ഇന്റർവ്യൂ ഇത് പുറത്തുവിടുന്ന സമയത്ത് ഇതിന്റെ കമന്റ്സുകൾ എന്താണെന്ന് ഞാൻ നോക്കാൻ പോകാറില്ല. പൊതുവേ ഞാൻ അതവിടെ കഴിഞ്ഞു എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തി. അതിൻ്റെ കമന്റ്സുകളും കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ്, കാരണം ഞാൻ ഇന്നിപ്പോൾ എന്നെ പൊക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ ഒരൊറ്റ താഴ്ത്തിയിടും. കാരണം എന്തെങ്കിലും നെഗറ്റീവ് ഇട്ടാൽ ആ നെഗറ്റീവിന് ഇന്ന് ഈ പൊക്കിയ ആൾക്കാർ ചിലപ്പം 100 പേരെ ഉണ്ടാവുള്ളൂ, ആ താഴെ ഇടാൻ വേണ്ടിയിട്ട് 10,000 പേരുണ്ടാവും. അപ്പം അതുകൊണ്ട് എനിക്ക്, കാരണം എന്നിലും ഞാനൊരു മനുഷ്യനാണ്, എനിക്ക് എൻ്റെതായിട്ടുള്ള നെഗറ്റീവുകൾ ഒരുപാട് ഉണ്ടാവും. ആ നെഗറ്റീവ് എന്തെങ്കിലും ഒന്ന് കിട്ടാൻ കാത്തിരിക്കുകയായിരിക്കും പൊന്തിച്ചു വിടാൻ. ഇപ്പൊ ഒരു ഉദാഹരണം, സോഷ്യൽ മീഡിയയിൽ ഇപ്പം നിങ്ങൾ യൂട്യൂബേഴ്സ് ഇങ്ങനെ കുറേ ആൾക്കാരെ ഗസ്റ്റായിട്ട് കൊണ്ടുവരുന്നു. പക്ഷെ അവരോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ആദ്യം അതൊന്ന് സ്റ്റഡി പോലും ചെയ്യാതെയാണ് എന്ത് ചെയ്യുന്നുണ്ട് ചോദിക്കുന്നത്. നമ്മൾ ഈ ഒരു ചോദ്യം അവരോട് എന്ത് ചോദിക്കണം എന്നുള്ളത് നമ്മൾ സ്റ്റഡി, കാരണം ഇത് മീഡിയ എന്നിട്ട് അതിനെ കൊട്ടിഘോഷിക്കാനും അതിനെ വേറെ ട്രോൾ ചെയ്തിടാനും അത് വേറെ കുറെ ടീമുകൾ, അവർക്കും റീച്ച്, എല്ലാവർക്കും റീച്ചാണ് വേണ്ടത്. കാരണം ഒരു ഗസ്റ്റ് ആയിട്ട് കൊണ്ടുവരുന്ന ആ ഗസ്റ്റിന് പറയാനുള്ളതാണ് നിങ്ങൾ കേൾക്കുന്നത്. അപ്പൊ അപ്പം കഴിഞ്ഞ ദിവസമൊക്കെ കേട്ട ഇതൊക്കെ കുളിമുറിയിലെ കാര്യങ്ങളൊക്കെ വളരെ എന്താ പറയാ, നമുക്കത് ഭയങ്കരമായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത, പക്ഷെ അത് ആ കുട്ടി അതിന് മാപ്പ് പറയുന്നുണ്ട്. പക്ഷെ അത് എന്താണ്, അവർക്ക് ഏത് രീതിയിലാണ് അവരുടെ ക്വസ്റ്റ്യൻ വന്നത്, ഏത് രീതിയിലാണ് പുള്ളിക്കാരൻ മറുപടി പറഞ്ഞത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ടത്. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ എന്താ പറയാ സോഷ്യൽ മീഡിയയിൽ ഏത് രീതിയിൽ പ്രതികരിക്കണം എന്നുള്ള, ഏത് രീതിയിൽ പറഞ്ഞാലും റീച്ച് കിട്ടിയാൽ മതി, അല്ലെങ്കിൽ പൈസ കിട്ടിയാൽ മതി എന്നുള്ള ഒരു ഇതുണ്ട്. അപ്പം ആ പൈസ കിട്ടിയാൽ മതി എന്ന് പറയുമ്പോൾ റിയയുടെ ഒരു തിങ്കിങ് വെച്ച് പൈസ കൊണ്ട് നമുക്ക് എല്ലാം നേടാൻ പറ്റും എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഉള്ള ആളാണോ റിയ? ഒരിക്കലല്ല. പൈസ കൊണ്ട് എല്ലാം നേടാൻ പറ്റുന്നില്ല. പൈസ നമുക്ക് ജീവിക്കാൻ ആവശ്യമാണ്. ഞാൻ ഇന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഞാൻ ഒരുപാട് കടത്തിലാണ്, നല്ല രീതിയിൽ കടത്തില്ല. പല ആൾക്കാരോടും പല രീതിയിലും കടം വാങ്ങിയിട്ട് കാര്യങ്ങൾ ഇന്ന് സെറ്റാവും നാളെ സെറ്റാവും. പക്ഷെ ഞാൻ അവർക്കൊക്കെ ബാധ്യതയുണ്ട്, ഞാൻ അവർക്കൊക്കെ കൊടുക്കാന്നുള്ള പ്രോമിസും കൊടുത്തിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഞാൻ എന്താ പറയാ, നമ്മൾ ഇന്നതുകൊണ്ട് മാത്രം നമുക്ക് ജീവിച്ചു പോകാമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നാലും എൻ്റെ സ്ട്രഗ്ലിംഗ് പീരീഡുകൾ ഇനിയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇനിയും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ. എനിക്ക് അതിൽ നിന്നൊക്കെ ഒന്ന് മോചിതയാണ്. എന്നാൽ പൈസ കൊണ്ട് മാത്രം ജീവിതമല്ല, പക്ഷെ നമ്മളൊരു കൊടുക്കുന്ന ഒരു സമൂഹത്തിന് അല്ലെങ്കിൽ നമ്മളുടെ പെരുമാറുന്ന ഒരാളോട് നമ്മൾ തിരിച്ചു കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. അതെപ്പോഴും നമ്മൾ കീപ്പ് ചെയ്യാൻ ശ്രമിക്കണം.
അത് പറയുമ്പോൾ ചോദിക്കണം, എന്താണേലും ഈ ഇൻഡസ്ട്രിയിൽ ഇപ്പം ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളാണ് റിയ എന്ന് പറയുന്നത്. റിയക്ക് എന്തെങ്കിലും തരത്തില് ആരുടെയെങ്കിലും സൈഡിൽ നിന്ന് ഒരു മോശം അപ്രോച്ച് നേരിടേണ്ടി വന്നിട്ടുണ്ടോ? സീരിയസ്ലി എനിക്ക് അങ്ങനത്തെ ഇല്ല. കാരണം ഒന്നാമത് എന്റെ ആറ്റിറ്റ്യൂഡിന്റെ പ്രശ്നമായിരിക്കാം. കാണുമ്പോ തന്നെ ഇങ്ങോട്ട് വരണ്ട, ഞാൻ നിന്നെ ഇടിക്കും. അത് വരുന്ന റോളുകള് പോലീസ്, അല്ലെങ്കിൽ വില്ലത്തി, അല്ലെങ്കിൽ അങ്ങനത്തെ റോളുകളാണ്. ഏഷ്യാനെറ്റിൽ ഒരു സീരിയലില് ചെയ്യുന്നുണ്ട്, സീരിയലില് വരുന്നത് അതൊക്കെ പോലീസ് സ്റ്റേഷനാണ് ചെയ്തിരിക്കുന്നത്. അതിലൊക്കെ അത്യാവശ്യം നല്ല മെയിൻ റോളുകളാണ് പോലീസ് സ്റ്റേഷൻ ചെയ്യുന്നത്. ഞാനെന്നൊരു വ്യക്തി ഒരു ഫെയിമിലേക്ക് വന്നതിന് ശേഷമാണ് സിനിമയിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനത്തെ ഒരു ഇത് വന്നിട്ടില്ല. ഈ ഹേമ കമ്മിറ്റി പോലുള്ള ഇതിന് ശേഷം ഇതിലൊരു മാറ്റം വന്നിട്ടുണ്ടെന്ന് തീർച്ചയായിട്ടും കുറെയൊക്കെ എന്താ വെച്ചാൽ നമ്മൾ സിനിമ ലൊക്കേഷനിലേക്ക് ചെല്ലുന്ന സമയത്ത് തന്നെ നമ്മുടെ എന്തെങ്കിലും തമാശക്ക് ഫ്രണ്ട് സർക്കിളിൽ ഇപ്പൊ ഡയറക്ടർ ആണെങ്കിലും എന്തൊരു കാര്യം പറയുമ്പോഴത്തേക്ക് നമ്മൾ പറയും അടുത്ത ഹേമയിലെ ഏറെയാണ് അത് നമ്മൾ അവിടെ പറയും. അപ്പൊ അവർക്ക് എല്ലാവരും ആ ഒരു പേടിയാണോ അത് എല്ലാരും ഉൾക്കൊണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം സ്ത്രീകളോടോ അല്ലെങ്കിൽ ഇങ്ങനെ രീതിയിൽ പെരുമാറില്ല എന്നുള്ളൊരു സാധനം വർക്കൗട്ട് ചെയ്യുന്നത്. പിന്നെ എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ നിൽക്കും, അവർക്ക് താല്പര്യം നിൽക്കും. അല്ലാണ്ട് ഇതിന് നിർബന്ധിച്ചിട്ട് ചെയ്യേണ്ട ആ കാലം കൺസെന്റ് ഉണ്ടെങ്കിൽ അത് ഓക്കെ ആണ് എന്നാണ് റിയ പറയുന്നത്. ഓക്കെ, പിന്നെ ഇപ്പം പുതിയ മൂവീസ് എന്തെങ്കിലും നമ്മൾ ഇത്രയും സംസാരിച്ചിട്ട് അതിനെ പറ്റി പറഞ്ഞു. ഇന്ദ്രജിത്തിന്റെ കൂടെ ധീരം എന്ന് പറയുന്ന ഒരു മൂവി ചെയ്തു. അത് 4-5 സീനാണ്. റബേക്കയുടെ ഒരു ഫ്രണ്ട് ആയിട്ടാണ് അതിപ്പോ ഇറങ്ങാൻ പോകുന്നത്. അതില് അത്യാവശ്യം നല്ല എന്താ പറയാ വലിയൊരു മൂവിയിൽ ചെറിയൊരു റോള്. പിന്നെ അതുപോലെ തന്നെ വിസ്കി എന്ന് പറയുന്ന സെപ്റ്റംബറിൽ ഒരു സിനിമ ജോജോ അല്ല ഡയറക്ടർ. പിന്നെ എന്തെങ്കിലും ഇനി ഷൂട്ട് നടക്കാൻ സീരിയലിന്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ സിനിമ സെപ്റ്റംബറിൽ വിസ്കി എന്ന് പറയുന്ന സിനിമയിൽ ഒരു റോള് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സിദ്ദിഖ് സാറിന്റെ കൂടെ ഒരു ഇപ്പൊ 8-9 തീയതികളിൽ ഒരു സിനിമ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം റിയ, ഇപ്പം പൊതുവെ നമ്മളിപ്പോ ഇറങ്ങുന്ന എല്ലാ സിനിമയും വിജയിക്കണം എന്നില്ല, കുറെ സിനിമകൾ പരാജയപ്പെട്ടു പോകാം. ഇപ്പം റിയയുടെ ഒരു അഭിപ്രായം അനുസരിച്ച് എന്തുകൊണ്ടായിരിക്കാം ഈ ആൾക്കാർ മേ ബി ആ ഒരു മൂവിനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ കുറച്ചൊരു 2 ദിവസം ഓടുന്നു പിന്നെ അതങ്ങ് വിജയിക്കാതെ ഇരിക്കുന്നു എന്ന് ഉള്ളതിനെ പറ്റി റിയക്ക് എന്താണ്, എപ്പോഴെങ്കിലും റിയ അതിനെപ്പറ്റി തിങ്ക് ചെയ്തിട്ടുണ്ടോ? ഇതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ ഒരു സിനിമ പരാജയപ്പെട്ടു പോകുന്നത് എന്ന്? അല്ല, നമുക്ക് ഒരാള് സ്ക്രിപ്റ്റുമായിട്ട് വരുന്ന സമയത്ത്, ഇപ്പം ഒരു ഡയറക്ടർത്തായിരിക്കും സ്ക്രിപ്റ്റ് അല്ലെ പ്രൊഡ്യൂസർ അങ്ങനെ വരുന്ന സമയത്ത് ആ സ്ക്രിപ്റ്റ് ഒരു 10-20 പേരെങ്കിലും കേൾപ്പിക്കണം. എന്നിട്ട് അതിനെ വെട്ടിച്ചുരുക്കി എന്താണ് രീതിയിൽ അത് നമുക്ക് ഇപ്പോഴത്തെ ജനങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്ന രീതിയിൽ ആ സ്ക്രിപ്റ്റ് എൻ്റെ ഒരു സജഷനാണ്. അപ്പൊ താൻ എൻ്റെ ആണല്ലോ ചോദിച്ചത്. അപ്പൊ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ സ്ക്രിപ്റ്റിനെ ആ രീതിയിലേക്ക് ഒരു 20 ആളെങ്കിലും കേൾപ്പിച്ചിരിക്കണം. പിന്നെ പ്രൊഡ്യൂസർക്ക് വ്യക്തമായിട്ട് അതെങ്ങനെ ഒരു സിനിമ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെ വ്യക്തമായിട്ട് സെയിൽ ചെയ്യണമെന്ന് പ്രൊഡ്യൂസർക്ക് അറിഞ്ഞിരിക്കണം. ഇത് പിന്നെ ഒരു അല്ല, അത് ചോദിക്കുമ്പം അപ്പൊ ഈ പ്രൊഡ്യൂസേഴ്സ് ജസ്റ്റ് എങ്ങനെങ്കിലും ഒരു മൂവി എടുക്കണം അല്ലെങ്കിൽ ആ ഒരു പ്രൊഡ്യൂസർ എന്നൊരു പേര് കിട്ടണം എന്ന് വിചാരിച്ച് വെറുതെ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണെന്നാണോ റിയ പറയുന്നത്? അങ്ങനെ കുറെ പേര് അതിലേക്ക് വേണ്ടി ചെയ്യുന്നു. പിന്നെ അതുമല്ല, നമ്മളൊരു സിനിമയ്ക്ക് ഒരു ബഡ്ജറ്റ് നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു ഇത്ര എമൗണ്ട് കൂട്ടി ചെയ്യാൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ സിനിമ ചെയ്താൽ മതി എന്ന് ഞാൻ പറയുള്ളൂ. കാരണം വെച്ചാൽ അതിന് അത്രയും എമൗണ്ട് മുടക്കേണ്ടി വരും. കാരണം പിന്നെ പകുതി വെച്ച് വരെ സിനിമ മുടങ്ങി പോകുന്ന എത്രയോ സിനിമകളുണ്ട്. മര്യാദയ്ക്ക് എന്താണ് പബ്ലിസിറ്റി കൊടുക്കാൻ പറ്റാത്ത സിനിമകൾ, നല്ല രീതിയിൽ ആ രീതിയിൽ ആ സിനിമയെ എങ്ങനെ രീതിയിൽ ഹാൻഡിൽ ചെയ്യണം എന്ന് അറിയാത്ത സിനിമകൾ. അതുപോലെ തന്നെ ഫ്രഷ് ഡയറക്ടേഴ്സ്, ആ ഡയറക്ടേഴ്സ് ഒന്നുമില്ലെങ്കിൽ ഇത്ര അസോസിയേറ്റ് ആയിട്ടും അസിസ്റ്റന്റ് ആയിട്ടും ഇങ്ങനെ വർക്ക് ചെയ്തിട്ടുള്ള ഇത്ര സിനിമകൾ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കണം ഡയറക്ടേഴ്സ് ആയിരിക്കും. കാരണം ഒരുപാട് നമുക്ക് ഈ ഡയറക്ടേഴ്സ് ന്യൂ വന്നു കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടാണത്. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാത്തുണ്ട്. നല്ല അസോസിയേറ്റിനെ വെച്ചിട്ടായിരിക്കും അവർ ചെയ്യുക, എങ്കിലും ചിലപ്പോൾ ഇതാക്കുക. പിന്നെ ഒരു ക്യാമറ ഡയറക്ടർ വെക്കുന്ന സമയത്ത് അത് വ്യക്തമായിട്ട് ആ ക്യാമറ ഒരു ഫ്രെയിം വെച്ച് കഴിഞ്ഞാൽ അത് ക്യാമറാമാൻ്റെ സജഷൻ പറ്റും ചെറിയ രീതിയിലൊക്കെ. പക്ഷെ അതാണ് എന്നുള്ളത് ഡയറക്ടർക്ക് പറയാൻ പറ്റിയിരിക്കണം. അപ്പോൾ അത് അത്രയും നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള അസോസിയേറ്റ് ആയിട്ടും അസിസ്റ്റൻ്റ് ആയിട്ടും ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഡയറക്ടേഴ്സ് ആയിരിക്കണം ഒരു സിനിമ എടുക്കുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം.
ഇപ്പം റിയ ഇപ്പം നമ്മുടെ ഇപ്പം എനിക്കൊന്ന് 8 വർഷത്തോളം ആയല്ലേ റിയ സർജറി ഒക്കെ കഴിഞ്ഞിട്ട്. ആ ഒരു സർജറി കഴിഞ്ഞ് ആ ഒരു പ്രോസസ്സിന്റെ ഇടയ്ക്ക് ഒരു പൂർണ്ണ സ്ത്രീയായി, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച പോലെ, ഞാൻ ഒരിക്കലും ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞു, ഞാനിത് പറയുന്നില്ല, ബിക്കോസ് അതിന്റെ കാരണം റിയ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് പ്രസവിക്കാൻ കഴിയത്തില്ല, എനിക്ക് ഗർഭപാത്രം ഇല്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നെ സ്ത്രീയായി കാണണ്ട, ഒരു ട്രാൻസ് വിമൻ ആയിട്ട് അക്സെപ്റ്റ് ചെയ്താൽ മതി എന്ന്. അതിനാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ അപ്രീസിയേഷൻ ആ ഒരു സ്റ്റേറ്റ്മെന്റിന് കിട്ടിയ ഒരാളാണ് റിയ. സിനിമേനെക്കാട്ടും കൂടുതൽ അപ്രീസിയേഷൻ കിട്ടിയ ഒരു സംഭവമാണ് ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു ടൈമില് റിയയ്ക്ക് ഓക്കെ ഇനിയും തൊട്ട് ഞാൻ എൻ്റെ ആഗ്രഹങ്ങൾ പോലെ, അപ്പം ഓരോ ടൈമും ഡ്രസ്സ് എടുക്കുമ്പോഴാണെങ്കിലും ആക്സസറീസ് എടുക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും റിയ ഓരോന്നും ഇങ്ങനെ ചൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇതിന്റെ പെയർ ചെയ്യുന്നതൊക്കെ എങ്ങനെയാണ് ഇപ്പം കറന്റ്ലിയും? സത്യത്തിൽ ഞാൻ രാവിലെ പോയിട്ട് അലമാരയിൽ നോക്കുന്ന സമയത്ത് കിട്ടുന്ന എടുക്കും, അത് എടുത്തിട്ടിടും, അതപ്പം അതിന് എന്തെങ്കിലും അങ്ങനെയൊന്നും ഞാൻ മുൻകൂട്ടി ഇങ്ങനെ, പിന്നെ എന്തെങ്കിലും ഒരു ഫങ്ഷൻസ് ഉണ്ടെങ്കിൽ മാത്രം ഇതിന് പറ്റും, അതിന് ഓക്കെ ആകും. ഇപ്പം നേരത്തെ അടുത്ത് ഇന്റർവ്യൂ ചെയ്യാൻ നിന്ന ഹിരേനെ ഞാനൊന്ന് ശ്രദ്ധിച്ചു. അപ്പം ആ കുട്ടി ഇട്ടിരിക്കുന്ന ഒരു അക്സസറീസ് നമ്മളിപ്പോൾ ചിലർ ഇടാറുണ്ട്, സിൽവർ മൂക്കുത്തി ഇട്ടിട്ട് ഗോൾഡിൻ്റെ കമ്മലിടുന്നു, അതുപോലെ തന്നെ മാല ഇടുന്നു. അപ്പം അങ്ങനെ നമ്മുടെ ഡ്രസ്സിലുള്ള സിൽവർ ആണെങ്കിൽ സിൽവറിൻ്റെ ഇതിലുള്ള അക്സസറീസ് യൂസ് ചെയ്യുക. അതൊക്കെ നമ്മൾ അത് റിയയുടെ ഒരു ടിപ്പാണ്, നോട്ടീസ് ചെയ്യണം പെൺകുട്ടികള്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക. അത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്, പക്ഷെ അത് ശ്രദ്ധിക്കാതെ ഇപ്പൊ ചില സീരിയലിലൊക്കെ കാണാം, കമ്മല് ഗോൾഡിന്റെ ഇടുന്നു, മാല സിൽവർ ഇടുന്നു. അപ്പം അത് മാറ്റിയിട്ട് ഗോൾഡ് ആണെങ്കിൽ ഗോൾഡ് തന്നെ എല്ലാം ഇടാം. നമ്മുടെ ഡ്രസ്സിനോട് യോജിച്ചിട്ടുള്ള ഓർണമെന്റ്സ്, ഇപ്പൊ സിൽവറിന്റെ ഒരു ടൈപ്പ് ആയിരിക്കും ഡ്രസ് ഉണ്ടാവുക, അപ്പൊ ടൈപ്പ് സിൽവർ ഓർണമെന്റ്സ് യൂസ് ചെയ്യാൻ നിൽക്കാം. അപ്പൊ കുറച്ചുകൂടെ എലഗന്റ് ആയിട്ട് നിൽക്കും, അല്ലെങ്കിൽ വേറിട്ട് നിൽക്കും. ഓക്കെ. അതേപോലെ തന്നെ വേറൊരു ചോദ്യം റിയനോട് ചോദിക്കാനുള്ളത്, റിയ ഇപ്പം നമ്മൾ പൊതുവെ കേരളത്തിൽ കുറെ നല്ലൊരു അക്സെപ്റ്റൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് റിയക്ക് തോന്നിയിട്ടുണ്ട്, ലൈക്ക് ട്രാൻസ് എന്നുള്ള ഒരു രീതിയിൽ ആ ഒരു ജെൻഡറിനെ ഇപ്പം കേരളത്തില് കുറേയും കൂടെ ആ ഒരു ഫുള്ളി അക്സെപ്റ്റൻസ് കിട്ടിയോ എന്ന്? കുറെയൊക്കെ അക്സെപ്റ്റൻസ് കിട്ടുന്നുണ്ട്, പക്ഷെ ഇപ്പൊ എന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ താനും ഞാനും ഭയങ്കര ഫ്രണ്ട്സ് ആയിരിക്കും, ഈ ട്രാൻസിൽ തന്നെ ആണെങ്കിൽ ഇനിയിപ്പോ 6 ജെൻഡറിലാണെങ്കിലും, എന്നിട്ട് നമ്മൾ തമ്മിൽ പിരിയുന്ന സമയത്ത് ഇത് ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് സോഷ്യൽ മീഡിയയിൽ എത്തിയൊക്കെയാണ്. അപ്പൊ ഈ അക്സെപ്റ്റൻസ് കിട്ടുന്നതും കൂടെ അത് കുറെ ഇല്ലാണ്ടാക്കുവാണ്. അത് ജനങ്ങളിലേക്ക് നമ്മൾ റോങ് മെസ്സേജ് ആണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുക. കാരണം ഈ ഇപ്പൊ എന്താ വെച്ചാൽ ഒരു ട്രാൻസ്ഫോം ഒരു വ്യക്തി ചിലപ്പം അയാൾക്ക് ഒരു ലേഡി ട്രാൻസ് ആയിരിക്കാം, പക്ഷേ അവർക്ക് ഏത് രീതിയിൽ ചില ബൈസെക്ഷൽ ആയിരിക്കാം, ചിലപ്പം അങ്ങനെ പല ടൈപ്പ് ഓഫ് ട്രാൻസ് പേഴ്സൺസിൻ്റെ ഒരു കൂടിയതാണല്ലോ ട്രാൻസ്. അപ്പം അതിൻ്റെ പല ക്യാരക്ടേഴ്സുകളും എല്ലാം കൂടെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അങ്ങ് അലക്കുന്ന സമയത്ത് ഈ കേൾക്കുന്ന ആൾക്കാർക്ക് ഇത് എന്താണ് സംഭവം, ഇതൊക്കെ ഫേക്കാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെ. പക്ഷെ അത് ആ പറയുന്നത് അവരുടെ മാത്രം ഇതാണ്. ഇപ്പം ഞാനെന്ന വ്യക്തി ഞാൻ സർജറി ചെയ്തു, ഇത് മാറി, ഇത് എൻ്റെ മാത്രം ചിന്താഗതിയും എൻ്റെ ഇതിലും മാത്രമായിട്ട് ജീവിക്കുന്നത്. പക്ഷെ മറ്റൊരാൾക്ക് ചിലപ്പം ഈ ഡ്രസ്സ് മാത്രം ഇടാനായിരിക്കും ആഗ്രഹം, ചിലപ്പോൾ അവർക്ക് സർജറി ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെ ചില ആൾക്കാർക്ക് സർജറി ചെയ്ത് പക്ഷെ ആണിൻ്റെ വേഷമിട്ട് നടക്കാനായിരിക്കും താല്പര്യം. ഓക്കെ. ഇതൊക്കെ അവരുടെ മൈൻഡ്. ഇതൊന്നും എന്താ പറയാ, അപ്പൊ പറയും മാനസികമായിരിക്കുന്നത്. ഇതൊന്നും മാനസികമൊന്നുമല്ല. ഓരോരുത്തരുടെ അയാളുടെ ജീവിത രീതി എന്താണ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, സർജറി ഒന്നും അത്ര സിമ്പിളായിട്ട് ചെയ്യേണ്ട കാര്യമില്ല. സർജറി ഒന്നും കറക്റ്റായിട്ട് അവർക്ക് ആ ഒരു മൈൻഡോ അവരുടെ ഇതോ അതിനോട് യോജിച്ചില്ല എങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ആ സർജറി ഫെയിൽ ആവും. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ഫെയിൽ ആവും എന്ന് വെച്ച് കഴിഞ്ഞാലും അത് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഡിപ്രഷൻ വന്ന് സൂയിസൈഡ് ചെയ്യേണ്ട അവസ്ഥ വരും. അപ്പം അത് ഓരോ ആൾക്കാരുടെയും സാഹചര്യം അതൊക്കെ കൂടെ കൂട്ടി ഒരു ഇതാക്കി സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും ഒരു വീഡിയോ ഇടുന്ന സമയത്ത് കാരണം ഞാനൊക്കെ മലപ്പുറത്ത് വരുന്ന സമയത്ത് കുറെ പേരൊക്കെ സെക്സ് വർക്കിന് വേണ്ടി മാത്രം നിൽക്കും. ഞാനൊക്കെ മുനിസിപ്പാലിറ്റി ചെന്നിട്ട് ചെല്ലുന്ന സമയത്ത് ഇതാണെന്ന് കാരണം രാവും പകലും ഒക്കെ ക്രോസ് ഡ്രസ് ഇട്ടിട്ട് വിഗും വെച്ച് അങ്ങനെയായിരുന്നു ഞാൻ. അന്ന് തന്നെ കാണുമ്പോൾ ചിലപ്പോൾ പേടിയായിരിക്കും ആൾക്കാർക്ക്. എന്നിട്ടും ഞാൻ അത് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു. അങ്ങനെ നേടിയെടുത്ത ഒരുപാട് എന്നെക്കാട്ടും മുമ്പ് വന്ന ആൾക്കാരൊക്കെ ഒരുപാട് പേര്
സ്ട്രഗ്ലിങ്ങിൻ്റെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടാണ് ഈ ട്രാൻസിൻ്റെ എന്നൊരു വ്യക്തി ഒരു സമൂഹത്തിൽ ഒരു കുറച്ചെങ്കിലും ഇടം നേടിയിട്ടുണ്ട്. അത് ഈ ഒറ്റ പെട്ടെന്ന് സുപ്രഭാതത്തിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ കാട്ടുക, നിങ്ങൾ എന്തായാലും കുഴപ്പമില്ല ഞാൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഇതാക്കുന്ന സമയത്ത് അതും നെഗറ്റീവിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന സമയത്ത് അവർക്കത് ഭയങ്കരമായിട്ട് അവർ പിന്നെയും അതിനെ ഇല്ലാണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ ചിന്തിച്ചിട്ട് പ്രവർത്തിക്കേണ്ട കാര്യമാണ്. സോഷ്യൽ മീഡിയ ഞാൻ ഇപ്പോഴും പറയുന്നു, സോഷ്യൽ മീഡിയയിൽ വിശ്വസിക്കാതെ ലോയിൽ വിശ്വസിക്കുക, നിയമത്തിൽ വിശ്വസിക്കുക. നിയമത്തിൽ വിശ്വസിച്ച് നിയമത്തിൽ നമുക്ക് എന്തെങ്കിലും തെറ്റുകൾ ഇട്ടുണ്ടെങ്കിൽ അതിൽ വിശ്വസിച്ചിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം. ഈ ഇൻക്ലൂസിവിറ്റി എന്നുള്ളത് റിയയ്ക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഓക്കെ, ഒരു ട്രാൻസ് അല്ലെങ്കിൽ അവരെയും കൂടി ഇൻക്ലൂഡ് ചെയ്യണം എന്നുകൊണ്ട് ഒരു ടിക്ക് ബോക്സ് അവരെ ആഡ് ചെയ്യാം. എന്ത് കാര്യത്തിലാണെങ്കിലും, ഇപ്പോൾ ഒരു മൂവിയിലായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റിലായിക്കോട്ടെ, നമുക്ക് അവരെയും ഇൻവോൾവ് ചെയ്തു എന്ന് കാണിക്കാനും വേണ്ടിയിട്ട് ട്രാൻസ്ജെൻഡർ എന്നൊരു പട്ടിക അവർ ആഡ് ചെയ്യുന്നതായിട്ട് എപ്പോഴേലും തോന്നിയിട്ടുണ്ടോ? സിനിമയിലല്ല, അത് അങ്ങനെ പട്ടിക ആഡ് ചെയ്യാന്ന് പറയുന്നത് അത് അതിന് ആപ്റ്റാങ്കിലല്ലേ സിനിമയിൽ ചെയ്യാൻ പറ്റും. ഞാൻ റിയയ്ക്ക് അങ്ങനെ എപ്പോഴേലും ഫീൽ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാനും വേണ്ടി ചോദിച്ചാണ്. ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ ഒരിടയ്ക്ക് ട്രാൻസ് എന്ന് പറയുന്ന ഒരു സംഭവത്തെ നല്ല രീതിയിൽ സിനിമയും എല്ലാം ഏറ്റെടുത്തൊരു സമയമുണ്ട്. ഇപ്പൊ അത് നേരെ തിരിഞ്ഞു. GCIയിലൊക്കെ അത് വന്ന സമയത്ത് ഇപ്പൊ നേരെ ട്രാൻസിന്റെ അവസരങ്ങൾ പോലും ഇല്ലാത്ത അവസ്ഥ വരുന്നതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അന്ന് അങ്ങനെ നമ്മൾ ഇതാക്കി സിനിമയിലേക്ക് കൊണ്ടുവരുന്നെങ്കിൽ ഇന്നിപ്പോൾ അത് വേണ്ടാന്ന് വെച്ചിട്ടുണ്ടാകും. അപ്പം ഓരോ കാലത്തിനനുസരിച്ചിട്ട് നമ്മൾ മാറും. ഇപ്പം അതേപോലെ തന്നെ റിയ ഓൾറെഡി പറഞ്ഞു റിയയുടെ സൗണ്ടിന്റെ കാര്യം. എനിക്ക് ഇപ്പോഴും അത് അങ്ങനെ ഞാൻ ഇങ്ങനെയാണ് അല്ലെങ്കിൽ അങ്ങനെ അത് പറയുന്ന തന്നെ കേൾക്കുമ്പോൾ നമുക്ക് ഓക്കെ, ഞാൻ അത് തുറന്നു പറയാൻ അല്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. കാരണം ചില ആൾക്കാർ പറയാറുണ്ട്, ഞാൻ പെണ്ണാവണം എന്നാണ് ആഗ്രഹിച്ചത്, അതുകൊണ്ടാണ് ഞാൻ സർജറി ചെയ്തത്, അപ്പം ഞാനൊരു പൂർണ്ണമായ പെണ്ണാണ് അല്ലെങ്കിൽ ഒരു പെണ്ണായിട്ട് മറ്റുള്ളവർ കാണണം എന്ന് പറയുന്ന ആൾക്കാരാണ്. അപ്പം ഇത് മേ ബി കുറച്ച് ആൾക്കാർക്ക് ഡൗട്ട് വന്നേക്കാം. ഇപ്പം റിയ ഓൾറെഡി സർജറി ചെയ്ത ആളാണ്, ഹോർമോൺ ട്രീറ്റ്മെന്റ്സ് ഒക്കെ ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ടാണ് അതിനെന്തെങ്കിലും മേ ബി അത് റിയ എഫേർട്ട് ഇടാത്തതാണോ അതോ അത് എങ്ങനെ? സൗണ്ടിന്റെ കാര്യം, സൗണ്ടിന് നാളെ എനിക്ക് തോന്നുകയാണ് സർജറി ചെയ്ത് സൗണ്ട് മാറ്റണം. അതിന് വേറെ സർജറി ആണ്. ഓക്കെ, അതെനിക്ക് അറിയില്ല. പക്ഷേ ഞാൻ ഉണ്ടാക്കി സംസാരിക്കാൻ ഞാൻ ആളല്ല. അതിനോട് ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് തന്നെയാണ് പെരിന്തൽമണ്ണയിലെ എന്റെ ഉറ്റ സുഹൃത്ത് റിയ, തന്നോട് സംസാരിക്കാൻ തോന്നുന്നത് എന്താണെന്ന് താൻ താനായിട്ട് ജീവിക്കുന്നുണ്ടോ, തൻ്റെ ആക്ഷൻസിലൊന്നും അങ്ങനെ ഭയങ്കരമായിട്ട് ഇതാക്കി കാണിക്കുന്നില്ല, തൻ്റെ സംസാര രീതികൾ അങ്ങനെ കൊയഞ്ഞു കൊഞ്ചി സംസാരിക്കുന്നില്ല, പെണ്ണാണ് എന്ന് വരുത്തി തീർക്കുന്നില്ല, താൻ എന്താണോ താൻ അത് കാണിക്കുന്നത്, അതെൻ്റെ ലൈഫിലുള്ളതാണ്. അപ്പൊ അത് തന്നെയാണ് ഞാൻ ഇതാക്കുന്നത്. അപ്പൊ ചിലപ്പോൾ നാളെ സർജറി ചെയ്യണം തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോൾ, കാരണം എന്തുകൊണ്ടെന്നറിയോ, ഞാനൊരു ചെറിയ കുട്ടികളോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുട്ടികളെ കളിക്കാപ്പിക്കാൻ ഇതൊക്കെ ഇഷ്ടം. കാരണം വീട്ടിലെ ഏട്ടൻ്റെ എല്ലാ മക്കളെയും താത്തമാരുടെ എല്ലാവരെയും ഒരേ ലെവലിൽ ഒരേ രീതിയിൽ ഒറ്റ കയ്യിൽ പിടിക്കുന്ന ഒരു വ്യക്തി ഞാനായിരിക്കും. ബാക്കി എല്ലാവർക്കും എൻ്റെ മക്കൾ അല്ലെങ്കിൽ എൻ്റെ അങ്ങനെ ഉണ്ട്, പക്ഷെ എനിക്ക് എല്ലാവരും ഒരേപോലെ കാണുന്നത്. അപ്പൊ ഇത് ഞാൻ പുറത്തേക്ക് ചെല്ലുന്ന സമയത്ത്, ഒരു കല്യാണത്തിലൊക്കെ ചെല്ലുന്ന സമയത്ത് ഇതെന്ത് ഈ ചേച്ചിക്ക് ആണിന്റെ ശബ്ദം അല്ലെങ്കിൽ ഇതെന്ത് അങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ അവരോട് മെല്ലെ സംസാരിക്കാതെ അങ്ങനെ ഇരിക്കും, മിണ്ടാതെ ഇരിക്കും. കാരണം അവരോട് ദേഷ്യം ഉണ്ടായിട്ട് ഒന്നല്ല, നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ ഇത് ആ കുട്ടി അവരുടെ മുമ്പിലിട്ട് നമ്മളിട്ട്. അല്ല, ഇത് ട്രാൻസ് മാത്രമല്ല, ഇപ്പൊ ചില പെൺകുട്ടികൾക്ക് പൊതുവെ ഒരു മെയിൽ വോയിസ് ഉള്ളവരുണ്ടല്ലോ. നമ്മളിങ്ങനെ കാണുന്ന ചിലപ്പോൾ സ്ത്രീ ആയിട്ട് കാണാൻ തോന്നുമായിരിക്കും, പക്ഷെ നമ്മുടെ വോയിസ് കേൾക്കുന്ന സമയത്ത് മെയിലിന്റെ ഇത് നേരത്തെയും സെയിം വോയിസ് ആണ് അതോ അല്ലാതെ ഒന്നും ചേഞ്ച് ആയിട്ടില്ല? ചെയ്തിട്ടൊന്നുമില്ല, വോയിസ് ചെയ്തിട്ടില്ല. അല്ല, ഞാൻ വിചാരിച്ചു ഇനി ഹോർമോൺ ട്രീറ്റ്മെന്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ നോർമലി ഇത് മാറുമായിരിക്കും. നമ്മുടെ ശബ്ദത്തെ തന്നെ തെറാപ്പി അത് ചെയ്ത് അങ്ങനെ നോർമലി കുറച്ച് സംസാരം മാറ്റി അങ്ങനെ കൊണ്ടുവരാന്നല്ലാതെ ഹോർമോൺസ് ഇട്ട് കൊടുത്തുകൊണ്ട് ശബ്ദത്തിന് മാറ്റം വരുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ ഡോക്ടേഴ്സിനോട് ചോദിക്കണം, എനിക്കറിയില്ല അങ്ങനെ വരുമെന്നും തോന്നുന്നില്ല. പിന്നെ ഇതിന്റെ ഒരു സാധനമാണ് ആണിന്റെയും ഇതിന്റെയും നമ്മുടെ തൊണ്ടയിലുള്ളത്, അതെന്തോ ശരിയായിട്ട് മാറ്റം വരുത്തി കഴിഞ്ഞാൽ സ്ത്രീ വോയിസ് വരും എന്നുള്ളത് കേട്ടിട്ടുണ്ട്. അത് ഡോക്ടറോട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഡേഞ്ചറാണ്, ചിലപ്പോൾ ശബ്ദം വരെ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. ഇനി എന്തെങ്കിലും മെസ്സേജ് ലൈക്ക് റിയക്ക് എന്തെങ്കിലും ഓഡിയൻസിനോട് ഒരു മെസ്സേജ് കൊടുക്കാനുണ്ടെങ്കിൽ അത് എന്തായിരിക്കും? ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ പറയാനുള്ളത്, സോഷ്യൽ മീഡിയയിൽ നല്ല കണ്ടന്റുകളും നമ്മൾ അക്സെപ്റ്റ്, മോശമായിട്ടുള്ള അത് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല കണ്ടന്റുകളും നമ്മൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതൊരു കണ്ടന്റ് വരികയാണെങ്കിൽ അതിനെ ഷെയർ ചെയ്ത് മാക്സിമം ജനങ്ങളിലേക്ക്
ജനങ്ങളിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ മോശം ചെയ്യുന്നുണ്ട്, അത് കണ്ടോട്ടെ, ഇഷ്ടപ്പെട്ടോട്ടെ, ഒക്കെ അതൊക്കെ അവിടെ എല്ലാം നല്ലതും വേണം ചീത്തയും വേണം. ഇപ്പൊ ഒരു ദിനം തന്നെ നമുക്ക് രണ്ട് രീതിയിലും കാണാലോ. അപ്പം ഇഷ്ടപ്പെട്ട, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ബിഗ് ബോസ് എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന ഒരു ഇതായിരുന്ന സമയത്ത്, ആ പണ്ടത്തെ പേളി മണി അവരൊക്കെ ഉള്ള സമയത്തുള്ള ബിഗ് ബോസിലേക്ക് കോള് വന്നിട്ടുണ്ട് 2-4 പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു കാലത്തുള്ള അതിനെ ഒരു നമുക്ക് കാണുമ്പോൾ നമുക്കൊരു നീറ്റ്നെസ് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് അത് ജനങ്ങളിലേക്ക് അവർ ബിസിനസ് ആക്കി മാറ്റിയിട്ടുണ്ട്. കാരണം ഹിന്ദിയിലും തമിഴിലൊക്കെ ബിഗ് ബോസ് കാണുമ്പോൾ നമുക്ക് ഭയങ്കര റെസ്പെക്ട് തോന്നുന്നുണ്ട്. പക്ഷെ മലയാളത്തിന്റെ നേരെ തിരിച്ചായിട്ടുണ്ട്. നമ്മൾ ആരും ഇത് ചെയ്യല്ല, മോശമായിട്ട് കാണുകയല്ല. പക്ഷെ ഇപ്പത്തെ ബിഗ് ബോസിലേക്ക് ഒരു സീസൺ കഴിഞ്ഞതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ കുറച്ച് വൈറലായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു സ്പേസ് കൊടുത്തൊരു ഇപ്പൊ ഏഷ്യാനെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതും അത് ഞാൻ അവിടുത്തെ അന്നം കഴിക്കുന്നുണ്ട് എങ്കിൽ പോലും ഞാൻ അത് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ കണ്ടില്ലേ, കംപ്ലീറ്റ്ലി വൾഗർ ചെയ്തിട്ടിട്ട് പുറത്തേക്ക് വന്ന് അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ ഇത് കിട്ടാൻ വേണ്ടി ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പൊ ഏഷ്യാനെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ രീതിയിലേക്ക് ആ ഷോയിനെ മാറ്റിയെടുക്കുകയാണ്. കുറച്ചുകൂടി ഒരു ക്വാളിറ്റി ഏഷ്യാനെറ്റിന്റെ ഭാഗത്ത് നിന്ന് മറ്റു ചാനലിനെക്കാട്ടും ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഏഷ്യാനെറ്റ് പോലത്തെ സീരിയലിൽ വർക്ക് ചെയ്യണം എന്നാണ്. അതുപോലെ അപ്പൊ ഏഷ്യാനെറ്റിന്റെ ഭാഗത്ത് നിന്ന് അതൊരു ബിസിനസ്സിനെ മാത്രമായി കാണാതെ ആ ചാനലിന്റെ ഒരു ക്വാളിറ്റിയും കൂടെ അവർ കീപ്പ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അതന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നല്ലതുണ്ടെങ്കിൽ നല്ലതും ഒന്ന് ഇതാക്കാം. കാരണം പല മോഡൽസുകളും മോഡൽസ് ആയിട്ട് വന്നിരിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. കാരണം അവർ ഡയറ്റ് ആണെങ്കിലും അവരുടെ ബോഡി ഒരു മോഡൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മോഡൽ ജനിച്ചു കഴിഞ്ഞ് ഒരു ഏജ് കഴിയുമ്പം അവരുടെ സ്ട്രക്ചറും അവരുടെ ഇതും കണ്ടു കഴിഞ്ഞാൽ ചെറിയ ചേഞ്ച് മാത്രം നമ്മൾ കൊടുത്താൽ മതി. അവർ ബാക്കിയുള്ളൊക്കെ മോഡൽസ് നമ്മൾ വെറുതെ നമ്മൾ അവകാശപ്പെടുന്നില്ല. പക്ഷെ അത് ഒരു ഇപ്പം കല്യാൺ ജ്വല്ലേഴ്സിന്റെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വലിയ വലിയ കമ്പനീസുകളുടെ ബ്രാൻഡ്സിന്റെ മോഡൽസുകളെ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ ഇവർക്ക് വേണ്ടേ എന്നായിരിക്കും. പക്ഷെ നമുക്ക് അത് അവര് അക്സെപ്റ്റ് ചെയ്യുമെങ്കിൽ നമുക്ക് ഇവരെയും കൂടെ പ്രൊമോട്ട് ചെയ്യാം. അതല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ ഒരു വലിയൊരു ബ്രാൻഡിന്റെ ഇതിന്റെയോ ഒക്കെ നമ്മൾ ഒരു മോഡൽ, ഇപ്പം ഈ ബോഡി പോസിറ്റിവിറ്റി എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണല്ലോ. നമുക്ക് ഒരു മോഡൽ ഫിഗർ എന്നുള്ളതല്ലാതെ ഏത് ടൈപ്പ് ഓഫ് ബോഡി ആണെന്നുണ്ടെങ്കിലും അത് നമ്മളായിട്ട് ജീവിക്കുക, അല്ലെങ്കിൽ ആ ഒരു ബോഡി പോസിറ്റിവിറ്റി ഇപ്പൊ എല്ലാവരും നല്ല രീതിയിൽ കാണുന്നതാണ്. അപ്പൊ ആ ഒരു മോഡൽ ഫിഗറിന്റെ ഒക്കെ ഒരു കാലം കഴിഞ്ഞു എന്ന് വെച്ചാൽ ഞാൻ ആ മോഡൽ ഇൻഡസ്ട്രി ഡെഫിനറ്റ്ലി അതൊരു സെപ്പറേറ്റ് ഇതാണ് അല്ല. പക്ഷെ ഇങ്ങനത്തുള്ള ബ്രാൻഡ്സ് ആണെങ്കിലും, കാരണം ഇത് നോർമൽ ആൾക്കാരാണ് മേടിക്കുന്നത്, നോട്ട് ജസ്റ്റ് ഈ സ്കിന്നി ഫിഗർ ഉള്ള ആൾക്കാർ മാത്രമല്ല. നോർമൽ ആണെങ്കിൽ വരുന്നത് നമ്മൾ എന്താ പറയുന്നത്, സത്യത്തിൽ ബോഡി ഭയങ്കരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരാണ്. അവർ ഭയങ്കര ഹെൽത്തി ആയിട്ട് നല്ല ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ സമൂഹത്തിന് കാണിച്ചു കൊടുക്കേണ്ടത്, നമ്മൾ അവരോട് പറയേണ്ടത് എന്താണ്, നിങ്ങൾ ഇങ്ങനെയാവും. അല്ല ഇപ്പം അത് നമുക്ക് ഹെൽത്തി മാത്രമല്ല, എല്ലാം കൊണ്ടും ഞാൻ ഇങ്ങനത്തെ കോസ്റ്റ്യൂം ഇട്ട് കഴിഞ്ഞാൽ ഇതാണ്. അപ്പൊ മറ്റൊരാൾ ഇപ്പൊ ഞാൻ ബോഡി ഷേമിങ് ചെയ്യില്ല, അതങ്ങനത്തെ നോർമൽ ടോക്ക് ആണെന്ന് വെച്ചാൽ പെൺകുട്ടികൾ പലവർക്കും ഇപ്പൊ കുറച്ച് തടിച്ചൊരു വ്യക്തിയാണെന്ന് എനിക്ക് ഇന്ന കോസ്റ്റ്യൂം, നിങ്ങൾ എന്നെ പോലെ ഇങ്ങനെ തടിക്കൂ, ഞാൻ ഇന്ന കോസ്റ്റ്യൂം ഇട്ടിരിക്കുന്നു, ഈ കോസ്റ്റ്യൂം നിങ്ങൾക്ക് ഇടാം എന്നാണ് നമ്മൾ അവിടെ കൊടുക്കുന്നത്. അല്ല അത് ഓക്കെ, അത് റിയയുടെ ഒരു അതല്ല ശരിക്ക് അത് മോഡൽ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഫീച്ചേഴ്സ്. ഇപ്പൊ ഡോക്ടറുടേതായിട്ടുള്ള ഒരു രീതിയുണ്ട്, അവരുടെ പ്രൊഫഷൻ അങ്ങനെയാണ്, അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഇത് പഠിക്കാൻ. അതുപോലെ തന്നെ മോഡൽ എന്ന് പറയുന്നത് ഒരു പ്രൊഫഷനാണ്. അല്ലാണ്ട് നമ്മുടെ ശരീരത്തിൽ വെച്ചിട്ട് നമ്മൾ ഇട്ട് ഇരിക്കുന്ന ഡ്രസ്സ് അതുപോലെ തന്നെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം എന്ന് പറയുന്നത് അത് മോഡലല്ല. അതൊരു പ്രൊഫഷൻ തന്നെയാണ്, വേറെ തന്നെ ഒരു പ്രൊഫഷനാണ്. പക്ഷെ ചെയ്യാം, അവർക്ക് പ്രിന്റ് ഷൂട്ടുകൾ ചെയ്യാം, ആക്ടിങ് ചെയ്യാം. അപ്പൊ ഓരോ രീതികളും എങ്ങനെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാം. അല്ല ഇപ്പം എത്രയോ വലിയ ബ്രാൻഡ്സ് ഒക്കെ അതൊരു ഡിസൈനറാണ് തീരുമാനിക്കുന്നത്. ഡിസൈനർ ഇപ്പൊ അയാളുടെ ഡിസൈൻ ഇപ്പൊ നല്ല രീതിയിൽ ഒരു ബൾക്കി ഒരു സാധനത്തിനാണെങ്കിൽ ആ ഒരൊറ്റ ഡ്രസ്സായിരിക്കും അവരതിലേക്ക് കൊടുക്കുന്നത്. മറ്റൊന്നും അവരതിലേക്ക് അത് കംപ്ലീറ്റ്ലി അതുപോലെ ആയിരിക്കില്ല ചെയ്യാം. മനസ്സിലായി? അപ്പൊ നമ്മൾ കാണിക്കുന്നത് എന്താണ്, ഇങ്ങനെയാണ് ഇതിന്റെ മോഡൽ എന്ന് പറയുമ്പോൾ ആ മോഡൽ ഒരു പ്രൊഫഷനായിട്ട് കാണാൻ പറ്റണം. അല്ലാണ്ട് ഞാൻ എൻ്റെ ശരീരം ഇങ്ങനെയാണ് അപ്പൊ നിങ്ങൾ ഇതുപോലെ ഇട്ടോളൂ, നിങ്ങൾ ഇങ്ങനെ ആയിക്കോളൂ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ സോഷ്യൽ മീഡിയ ഇത്രേ പറയാനുള്ളൂ. സോഷ്യൽ മീഡിയ നല്ലതിനെ അക്സെപ്റ്റ് ചെയ്യുക, ചീത്തതിനെ അക്സെപ്റ്റ് ചെയ്യുക എന്നുണ്ടെങ്കിൽ ചീത്തതിനെ അക്സെപ്റ്റ് ചെയ്യുക, അത് അതിനനുസരിച്ച് ഷെയർ ചെയ്യുകയും അവരെയും സപ്പോർട്ട് ചെയ്യുക. അല്ലാണ്ട് അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് നല്ലത് മാത്രം ചെയ്തുകൊണ്ട് എങ്ങനെ പറയാം, ആ ഒരു ഡിഗ്നിറ്റി അവരുടേതായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരെ നമ്മൾ താഴ്ത്തി കെട്ടാതെ അവരെയും കൂടെ
കൈ പിടിച്ചുയർത്തുക, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പം എന്തായാലും സന്തോഷം. താങ്ക് യു റിയ, ഇത്രയും സമയം ഒരുപാട് ഇഷ്ടപ്പെട്ടു തന്നെ ഇന്റർവ്യൂ എല്ലാം നന്നായിട്ടുണ്ട്. പല ചോദ്യങ്ങളുണ്ട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു സോ മച്ച്. താങ്ക് യു റിയ. നല്ലൊരു സെഷൻ ആയിരുന്നു റിയേന്റെ കൂടെ. ഇത്രയും ബോൾഡ് ആയിട്ട് സംസാരിക്കാനും ചോദിക്കുന്ന ചോദ്യത്തിന് ചില സമയത്ത് തിരിച്ചു ചോദിക്കാനും നമുക്ക് വാക്കുകൾ കിട്ടത്തില്ലായിരുന്നു റിയേന്റെ അടുത്ത്. ആൻഡ് ഇറ്റ് വാസ് എ ലവ്ലി കോൺവെർസേഷൻ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.